നമസ്കാരം. ലൈവ് അറ്റ് 6 ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. പ്രതീക്ഷ കൈവിടാതെ രക്ഷാപ്രവർത്തകർ. ജോയിക്കായി തെരച്ചിൽ 31-ാം മണിക്കൂറിലേക്ക്. ആമേഴഞ്ചാൻ തോട്ടിൽ തുരങ്കത്തിൽ തടയണ കെട്ടി. 5-ാം നമ്പർ പ്ലാറ്റ്ഫോമിലെ മാൻഹോൾ വഴി വെള്ളം പമ്പ് ചെയ്യും. രക്ഷാദൌത്യത്തിൽ നാവികസേനയും. ആമേഴഞ്ചാൻ തോട്ടിലെ അപകടത്തിൽ സർക്കാരിനെതിരെ പ്രതിപക്ഷം. മഴക്കാല പൂർവ്വ ശുചീകരണം നടത്താത്തത് കെടുകാര്യസ്ഥതയെന്ന് വി ഡി സതീശൻ. റെയിൽവേയുടെ സഹകരണത്തോടെ ശുചീകരണം നടക്കൂ എന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത് മനുഷ്യാവകാശ കമ്മീഷൻ. കളക്ടറും നഗരസഭാ സെക്രട്ടറിയും റിപ്പോർട്ട് നൽകണം. സിനിമാ നിർമ്മാതാവ് അരോമ മണി അന്തരിച്ചു. അന്ത്യം തിരുവനന്തപുരത്തെ വസതിയിൽ. നാളെ സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട്. കോഴിക്കോട്, കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. മറ്റ് 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. കടലിൽ പോകരുതെന്നും ജാഗ്രതാ നിർദ്ദേശം. That chart's a couple of months old, and if you want to really see something that's said, take a look at what happened. ഡൊണാൾഡ് ട്രംപിന് നേരെ വധശ്രമം. ചെവിയുടെ മുകളിൽ വെടിയേറ്റു. ട്രംപ് സുരക്ഷിതനെന്ന സുരക്ഷാ സേന. അക്രമിയെ വെടിവെച്ചു കൊന്നു. BSP നേതാവ് ആംസ്ട്രോങ്ങിനെ കൊലപ്പെടുത്തിയ കേസ് പ്രതി ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ വെടിവെച്ചെന്ന് പോലീസ്. ഒരാഴ്ചക്കിടെ തമിഴ്നാട്ടിൽ നടക്കുന്ന 2ാമത്തെ ഏറ്റുമുട്ടൽ കൊലപാതകം. PSC കോഴ ആരോപണത്തിൽ ഗൂഢാലോചന ആവർത്തിച്ച് പ്രമോദ് കോട്ടൂളി. പിന്നിൽ പ്രവർത്തിച്ചവരെ പുറത്തുകൊണ്ടുവരും. പോലീസിന് പരാതി നൽകും. ഭാവി കാര്യങ്ങൾ പിന്നീട് ആലോചിക്കുമെന്നും പ്രമോദ്. കോപ്പ അമേരിക്ക കിരീടം ലക്ഷ്യമിട്ട് അർജന്റീന. കൊളംബിയയെ നേരിടുക പുലർച്ചെ 5:30-ക്ക്. യൂറോ കപ്പിൽ ഇന്ന് കലാശ പോരാട്ടം. ഇംഗ്ലണ്ടിന് എതിരാളികൾ സ്പെയിൻ. വിശദമായി നോക്കാം. 30 മണിക്കൂർ പിന്നിട്ടിട്ടും തിരുവനന്തപുരം ആമേഴഞ്ചാൻ തോട്ടിൽ കാണാതായ ശുചീകരണ തൊഴിലാളിയെ കണ്ടെത്താനായില്ല. തോട്ടിലെ മാലിന്യ കൂമ്പാരമാണ് തെരച്ചിലിന് വലിയ വെല്ലുവിളിയാകുന്നത്. ആമേഴഞ്ചാൻ തോട്ടിൽ തുരങ്കത്തിൽ തടയണ ഇപ്പോൾ കെട്ടി. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിനോട് ചേർന്നാണ് തടയണ കെട്ടിയിരിക്കുന്നത്. തുടർന്ന് 5-ാം നമ്പർ പ്ലാറ്റ്ഫോമിലെ മാൻഹോൾ വഴി വെള്ളം പമ്പ് ചെയ്യാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ഈ ശക്തിയിൽ അടഞ്ഞു കിടക്കുന്ന മാലിന്യങ്ങൾ ഒഴുകിപ്പോകുമെന്നാണ് പ്രതീക്ഷ. ഇപ്പോൾ മന്ത്രി ശിവൻകുട്ടി മാധ്യമങ്ങളെ കാണുന്നു. തെരച്ചിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവന ഈ സമയത്ത് ഒരിക്കലും പാടില്ലാത്തതായിരുന്നു. 31 മണിക്കൂർ കഴിഞ്ഞിട്ട് പോലും പ്രതിപക്ഷ നേതാവ് സംഭവ സ്ഥലത്തൊന്ന് ഇതുവരെ സന്ദർശിച്ചിട്ടില്ല. അദ്ദേഹം പറയുന്നത് മഴക്കാല പൂർവ്വകാല ശുചീകരണത്തിന്റെ കുറവ് അത് കോർപ്പറേഷന്റെയും ഗവൺമെന്റിന്റെയും കുറ്റമാണെന്നാണ് ഈ അവസരത്തിൽ അദ്ദേഹം പറയുന്നതിന് വേണ്ടി തയ്യാറായിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് കാണാതായ ജോയിയെ കണ്ടുകിട്ടുന്നതിന് വേണ്ടിയുള്ള നടപടികൾക്ക് എല്ലാ പിന്തുണയും നൽകുന്നതിന് പകരം അതിലും രാഷ്ട്രീയ മുതലെടുപ്പാണ് നടത്തുന്നത്. യഥാർത്ഥത്തിൽ ഇത് റെയിൽവേയുടെ സ്ഥലമാണെന്നും റെയിൽവേയുടെ അധികാരത്തിൽപ്പെട്ട കാര്യമാണെന്നും റെയിൽവേ അധികാരികൾ ചുമതലപ്പെടുത്തിയ കരാറുകാരൻ നിയോഗിച്ച ജീവനക്കാരനാണ് അപകടത്തിൽ കാണാതായതെന്നുള്ള വിവരം പോലും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് മനസ്സിലാക്കുന്നില്ല. ഇത് മാത്രമല്ല, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി നിയമസഭയിൽ പൂർവ്വകല ശുചീകരണത്തെ സംബന്ധിച്ചിടത്തോളം സംസാരിച്ചതിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിലവാരമില്ലാത്ത നിലയിലുള്ള കളിയാക്കലാണ് ശ്രീ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നടത്തിയിരിക്കുന്നത്. ഒരിക്കലും ഒരു പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ വേണ്ടി പാടില്ല. നിയമസഭയിൽ പിന്നെ മന്ത്രിമാർ നടത്തുന്ന പ്രസ്താവനയെ സംബന്ധിച്ചിടത്തോളം നിയമസഭയിൽ തന്നെ അതിന് മറുപടി പറയുക എന്നുള്ള നിലപാടാണ് ജനാധിപത്യ പ്രക്രിയയിൽ അദ്ദേഹം സ്വീകരിക്കേണ്ടിയിരുന്നത്. അതിനുപകരം ഒരു സംഭവം ഉണ്ടായപ്പോൾ
ആ സംഭവത്തെ ചുവടുപിടിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയെ ആരോഗ്യമന്ത്രിയും രണ്ട് മന്ത്രിമാരെയും താറടിച്ച് കാണിക്കുന്ന എന്നുള്ള ഭാഷയാണ് അദ്ദേഹം ഉപയോഗിച്ചത്. എന്തായാലും വളരെ ഖേദകരമായ സംഭവം ആയിപ്പോയി. അദ്ദേഹം വന്ന് ഈ കാര്യങ്ങളൊന്ന് വന്ന് ഇവിടെ മനസ്സിലാക്കണം. ഇവിടെ നടക്കുന്ന രക്ഷാപ്രവർത്തനം എന്താണെന്ന് മനസ്സിലാക്കണം. ആയിരക്കണക്കിന് വരുന്ന ജനങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ തന്നെ ചേർന്നുകൊണ്ടാണ് ഈ കാര്യം ചെയ്യുന്നത്. മാധ്യമങ്ങൾ ഇന്നലെ ഈ 31 മണിക്കൂർ നേരവും മാധ്യമങ്ങളൊക്കെ തന്നെ സംഭവം വീക്ഷിക്കുന്നതിന് വേണ്ടിയും ഒക്കെ തന്നെ ഇതിന്റെ കൂടെ ഉണ്ട്. ഈ കാര്യങ്ങളൊന്നും മനസ്സിലാവാതെയാണ് ഇത് യഥാർത്ഥത്തിൽ ആരുടെ അധീനതയിലാണ് ഈ സംഭവം ഉണ്ടായത് എന്നുള്ള കാര്യം പോലും മനസ്സിലാക്കാതെയാണ് ഇത് കോർപ്പറേഷനെയും കിട്ടിയ അവസരം നോക്കി തിരുവനന്തപുരം കോർപ്പറേഷനെയും ഗവൺമെന്റിനെയും കുറ്റപ്പെടുത്തുന്നതിന് വേണ്ടി അദ്ദേഹം നോക്കുന്നത്. ഒരു അത്യാഹിതം സംഭവിച്ച് ആ അത്യാഹിതത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും അത്യാഹിതത്തിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നടത്തുന്ന അവസരത്തിലും ഈ ദുഷ്ടലാക്കോടുകൂടിയ ഒരു രാഷ്ട്രീയ പ്രസ്താവന നടത്തുന്നത് തികച്ചും ഖേദകരമാണ്. യഥാർത്ഥത്തിൽ ആ പ്രസ്താവന പ്രതിപക്ഷ നേതാവ് പിൻവലിച്ച് ഇവിടെ വന്ന് ഈ സംഭവ സ്ഥലം സന്ദർശിക്കുകയും ഇവിടെ നിന്ന് കാര്യം മനസ്സിലാക്കുകയും ഇവിടെ കളക്ടർ അതുപോലെ തന്നെ മേയർ ശ്രീ ആന്റണി രാജു, ഞാൻ അതുപോലുള്ള ഉദ്യോഗസ്ഥന്മാരും എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട്. ആ കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കിയിട്ട് അദ്ദേഹം പ്രസ്താവന ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നുള്ള കാര്യം ഓർമ്മിക്കുക. ഇത് മാത്രമല്ല, ഞാനും ശ്രീ ആന്റണി രാജുവും മേയറും ഒക്കെ തന്നെ ഇവിടെ ഉണ്ടല്ലോ. നിങ്ങൾ കണ്ടോണ്ടിരിക്കുകയാണല്ലോ. ഞങ്ങൾ മുഴുവൻ സമയം ഇവിടെ ഉണ്ട്. വിളിച്ച് ടെലിഫോണിലൂടെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായ അവസരത്തിൽ എല്ലാവരും കേരളീയൻ മലയാളികളിലാകെ തന്നെ ഉത്കണ്ഠയോടുകൂടി എന്തായി സംഭവം, അതിന് എന്തെങ്കിലും പരിഹാരം കണ്ടോ എന്നുള്ളതിനെ ചിന്തിച്ചുകൊണ്ടും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ടെലിഫോണിലെങ്കിലും വിളിച്ച് എന്താണ് സംഭവിച്ചതെന്നുള്ള വിവരം മന്ത്രി എന്നുള്ള നിലയിൽ എന്നോട് അദ്ദേഹത്തിന് ചോദിക്കാമായിരുന്നു. എന്നോട് ചോദിച്ച ശേഷം അദ്ദേഹം ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിരുന്നുവെങ്കിൽ അത് ശരിയാകുമായിരുന്നു. കേരളീയ സമൂഹം വളരെ പുച്ഛത്തോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന തള്ളിക്കളഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി അദ്ദേഹം ഓർക്കുന്നത് നന്നായിരിക്കും. മന്ത്രി വി ശിവൻകുട്ടിയും ആന്റണി രാജു MLAയും മാധ്യമങ്ങളെ കാണുകയായിരുന്നു. പ്രതിപക്ഷ നേതാവ് ഈ ദുർഘടമായ സന്ദർഭത്തെ പോലും രാഷ്ട്രീയ ലാഭത്തിനായി മുതലാക്കുകയാണ് എന്നുള്ള വളരെ രൂക്ഷമായ വിമർശനമാണ് പ്രതിപക്ഷ നേതാവ് VD സതീഷിനെതിരെ ഇപ്പോൾ മന്ത്രി നടത്തിയിരിക്കുന്നത്. നേരത്തെ ഈ ഒരു വിഷയം വന്ന ഘട്ടത്തിൽ കൃത്യമായ ശുചീകരണം നടത്താത്തതാണ്, അത് സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണ് ചൂണ്ടിക്കാണിക്കുന്നത് എന്ന തരത്തിൽ വിമർശനം ഉന്നയിച്ചിരുന്നു പ്രതിപക്ഷ നേതാവ്. അതിനുള്ള ഒരു മറുപടി എന്നമോണമാണ് ഇപ്പോൾ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം വന്നിട്ടുള്ളത്. MG മിഥുൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മിഥുൻ, ഇപ്പോൾ ഇതിലൊരു രാഷ്ട്രീയ വാദപ്രതിവാദങ്ങളൊക്കെ കൂടിയും നടക്കുന്നുണ്ട്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പഴിചാരുന്ന സാഹചര്യം. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് നേരത്തെ രാവിലെ വന്ന് ഇത്തരത്തിൽ സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണ്, കൃത്യമായ സമയത്ത് മാലിന്യം നീക്കാതിരുന്നത് എന്നുള്ള വിമർശനം ഉന്നയിക്കുമ്പോൾ അതിന് മറുപടി എന്നോണം ഇപ്പോൾ മന്ത്രിയുടെ പ്രതികരണം കൂടി വന്നിരിക്കുകയാണ്. ഇത്രയും നേരമായിട്ടും പ്രതിപക്ഷ നേതാവ് അവിടേക്കൊന്ന് വരികയോ അവിടെയുള്ള മറ്റ് ജനപ്രതിനിധികളെ ഒന്ന് വിവരം ഫോണിൽ കൂടി പോലും വിളിച്ച് ചോദിച്ചില്ല എന്ന് തുടങ്ങിയ വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. ഈ ഒരു ഘട്ടത്തെ പോലും രാഷ്ട്രീയമായി എങ്ങനെ മുതലാക്കാം എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് നോക്കിക്കാണുന്നത് എന്നുള്ള രൂക്ഷമായ വിമർശനമാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. ഈ വിമർശനങ്ങളും വാദപ്രതിവാദങ്ങളും ഇതിനിടയിൽ നിൽക്കുന്നതിനൊപ്പം തന്നെ ഇതിന്റെ രാഷ്ട്രീയമായ വശം കൂടി പരിശോധിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ഇപ്പോൾ ഈ പ്രദേശത്ത് ഈ ജോയിക്കായുള്ള തെരച്ചിൽ അത് ഏത് വിധത്തിലാണ് പുരോഗമിക്കുന്നത്, ഏത് ഘട്ടത്തിലെത്തി നിൽക്കുന്നു? ആര്യ, ഇപ്പോഴും തെരച്ചിൽ 31-ാം മണിക്കൂറിലേക്ക് കടക്കുകയാണ്. ഇപ്പോഴും ജോയിക്കാനുള്ള തെരച്ചിൽ ഊർജിതമായി തന്നെ നടക്കുകയും ചെയ്യുന്നു. അതായത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടത്തുന്നത്, അതായത് ഈ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിന് സമീപം ഈ അപകടം നടന്ന ആ മേഖലയിൽ തടയണ കെട്ടിക്കൊണ്ട് അവിടെ ആ ബണ്ട് തീർത്തുകൊണ്ട് 5-ാം നമ്പർ പ്ലാറ്റ്ഫോമിലുള്ള മാൻഹോൾ വഴി ഈ വെള്ളം പമ്പ് ചെയ്ത് പുറത്തേക്ക് കളയുന്നതിന് വേണ്ടിയുള്ള നടപടിയാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ മാലിന്യം അവിടേക്ക് ഒഴുകിയെത്തും, അതിനുശേഷം തുറന്നുവിടാം. അപ്പോഴത്തേക്ക് ഈ പറയുന്ന മാലിന്യങ്ങളെല്ലാം അകത്തുള്ളതെല്ലാം പുറത്തേക്ക് പോകുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ഈ ഒരു ഘട്ടത്തിൽ എല്ലാവരും
വെച്ചു പുലർത്തുകയും ചെയ്യുന്നത്. എന്തായാലും അതിനുള്ള നടപടികൾ കടക്കുന്നു. ഒപ്പം തന്നെ അല്പസമയത്തിനകം തന്നെ ഏകദേശം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു 7 മണിയോടുകൂടി ഈ നാവികസേന അംഗങ്ങൾ 6 അംഗ സംഘം ഇവിടേക്ക് എത്തുമെന്നാണ് അറിയിച്ചിരുന്നത്. അവർ അല്പസമയത്തിനകം ഇവിടേക്ക് എത്തിച്ചേരുമെന്ന് അറിയിക്കുന്നു. ഒപ്പം തന്നെ മറ്റ് വിവരങ്ങൾ കൂടി നമുക്ക് കുറച്ച് വിവരങ്ങൾ കൂടി മന്ത്രി വി ശിവൻകുട്ടിയോട് കൂടി ചോദിച്ച് മനസ്സിലാക്കാം. അതായത് നിലവിൽ എന്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതായത് തടയണ കെട്ടിക്കൊണ്ട് പമ്പ് ചെയ്ത് വെള്ളം പ്രഷർ ചെലുത്തി ഇങ്ങനെ പുറത്തേക്ക് മാലിന്യം കൊണ്ടുവരാനുള്ള നീക്കം നടത്തുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ്? അല്ല, ഇവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് പവർ ഹൗസ് റോഡാണ്. അവിടെ തന്നെ ഈ പ്ലാറ്റ്ഫോമിന്റെ എൻഡെന്ന് പറയുന്നത് 6ാമത്തെ പ്ലാറ്റ്ഫോം വരുന്നത് ഈ പവർ ഹൗസ് റോഡിലാണ്. ഇതിപ്പോൾ വെള്ളത്തിന്റെ ഒഴുക്ക് കുറഞ്ഞതോടുകൂടി നിശ്ചലമായി നിൽക്കുകയാണല്ലോ. ചെളിയും അതുപോലെയുള്ള മാലിന്യങ്ങളും കൊണ്ട് നിശ്ചലമായി നിൽക്കുകയാണ്. അപ്പോൾ ഈ ഇന്നലെയൊക്കെ നടന്ന സംഭവത്തിനിടയിൽ ഒഴുകി വന്ന് ഏതെങ്കിലും ചെളിയിൽ ഇടയിലേക്ക് പുതഞ്ഞ് അപകടപ്പെട്ടു പോയെന്നുള്ള സംശയമുണ്ട്. അപ്പം അതുകൊണ്ട് വെള്ളം ഇവിടെ നിന്ന് അങ്ങോട്ട് പവർ ഹൗസ് മേഖലയിൽ നിന്ന് അങ്ങോട്ട് നമ്മുടെ RMS മേഖലയുണ്ട് മറുവശത്തേക്ക് അങ്ങോട്ട് പമ്പ് ചെയ്യാണ്. വളരെ ജെറ്റ് പമ്പ് ഉപയോഗിച്ച് പമ്പ് ചെയ്യാണ് നല്ല ഫോഴ്സിൽ. അപ്പോൾ ആ വെള്ളം അവിടെ ഇളക്കി മറിച്ചുകൊണ്ട് തിരിച്ചു വരും. അതാണ് നോക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഇപ്പോൾ സ്കൂബ ടീമിന്റെ പരിശോധനയൊക്കെ തെരച്ചിൽ നിർത്തിയോ? അവർ ഇല്ല അവരുണ്ട്. ഓരോ രീതിയും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. നേവി ഒരു 2 മണിക്കൂറിന് എത്തിച്ചേരും. നേവിയും കൂടെ എത്തിയ ശേഷം പിന്നെ ഇവരെല്ലാവരും കൂട്ടായി ആലോചിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും സംബന്ധിച്ചൊരു ആലോചന നടത്തും. എന്തായാലും ആര്യ മന്ത്രി പറയുന്ന പോലെ തന്നെ എല്ലാവിധ സംവിധാനങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ട് അല്പസമയത്തിനകം തന്നെ നേവി സംഘം ഇവിടേക്കും അതിനുശേഷം കൂട്ടായി ആലോചിച്ചതിനു ശേഷം മറ്റ് നടപടികളിലേക്ക് കടക്കാം. ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പവർ ഹൌസിന്റെ അടുത്തുള്ള അവസാന പ്ലാറ്റ്ഫോമിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്തുകൊണ്ട് ഈ മാലിന്യം തിരിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും തയ്യാറാണ്. അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഈ തടയണ കെട്ടിയത് ആ ഭാഗം തുറന്നു വിട്ടുകൊണ്ട് അവിടെ കൂടെ ഈ മാലിന്യം പുറത്തേക്ക് എത്തിക്കാം. അതുവഴി ജോയിയെ കണ്ടെത്താനാകുമെന്നുള്ളൊരു പ്രതീക്ഷ ആണ് ഇപ്പോൾ മന്ത്രി ഉൾപ്പെടെയുള്ളവർ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും 31 മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുന്നു ഈ ഒരു രക്ഷാദൌത്യം ആരംഭിച്ചത്. അത്രയും ദുഷ്കരമായിട്ടുള്ള അത്രയും ശ്രമകരമായിട്ടുള്ള ദൌത്യം ഫയർഫോഴ്സും ഒപ്പം തന്നെ ഈ സ്കൂബ ഡൈവിംഗ് ടീമും ഒക്കെ തന്നെ കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ തുടങ്ങിയ ആ ഒരു ശ്രമം അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെയും ജോയിയെ കണ്ടെത്താനായില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം. എന്തായാലും മനുഷ്യസാധ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയാണ് കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നാകട്ടെ അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നാകട്ടെ എല്ലാം ഇടപെടലുകൾ നടത്തുന്നു. ഒപ്പം തന്നെ റെയിൽവേയുടെ അനാസ്ഥയാണ് എന്നുള്ള കാര്യം പ്രധാനമായും മന്ത്രി വി ശിവൻകുട്ടി ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ പ്രതിപക്ഷ നേതാവ് നടത്തിയ അദ്ദേഹത്തിന്റെ പ്രസ്താവനയ്ക്കെതിരെ വലിയ വിമർശനം വി ശിവൻകുട്ടി ഉയർത്തിക്കാണിക്കുന്നുണ്ട്. അതായത് പറയുന്നത് ഈ ഒരു വിഷയത്തെ ഏതൊക്കെ തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്, അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി കണ്ടെത്തുന്നതിന് വേണ്ടി രാവിലെ മുതൽ തന്നെ എല്ലാവിധ സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തുകയും അത് മാധ്യമങ്ങളിലൂടെ എല്ലാം കാണുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഇത്തരത്തിലൊരു പ്രസ്താവന അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളൊരു ചോദ്യം കൂടി വി ശിവൻകുട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. കൂടാതെ ഈ വിഷയം അതായത് മാലിന്യ സംസ്കരണവും ഒപ്പം തന്നെ ഈ മാലിന്യം നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും സംബന്ധിച്ച് നേരത്തെ നിയമസഭയിലടക്കം മന്ത്രി MP രാജേഷ് വ്യക്തമാക്കിയതാണ്. അതിനെ ചോദ്യം ചെയ്യുന്ന തരത്തിലും ഒപ്പം തന്നെ ഇപ്പോൾ ഈ ഒരു വിഷയത്തെ രാഷ്ട്രീയ ലാക്കോടെ കാണുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് പ്രതിപക്ഷം നടത്തുന്നത്. പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവന അത് തന്നെയാണ് വഴിവെക്കുന്നതെന്നടക്കമുള്ള വിമർശനങ്ങൾ കൂടിയാണ് ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ നിലവിൽ ഈ പമ്പ് ചെയ്യുന്ന ആ നടപടികളിലേക്കാണ് കടന്നിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഒരു പക്ഷേ ഇപ്പോൾ അത് ആ നടപടി ആരംഭിച്ചിട്ടുണ്ട്. അതിനുശേഷം പതിയെ ഈ തടയണകൾ മാറ്റി ഇവിടേക്ക് ആ മാലിന്യം ഒഴുക്കിവിടുന്നതിന് വേണ്ടിയുള്ള ആ ഒരു ശ്രമമാണ് നടത്തുന്നത്. അത് എത്രത്തോളം വിജയിക്കുമെന്നുള്ള കാര്യമാണ്. അത് വിജയിക്കുമെന്ന് തന്നെയുള്ള ഒരു പ്രതീക്ഷ കൂടിയാണ് ഈ ജനപ്രതിനിധികളും ഒപ്പം തന്നെ ഈ റെസ്ക്യൂ ടീമും പങ്കുവയ്ക്കുന്നത്. ആര്യ, ജോയിയെ കണ്ടെത്താനുള്ള പുതിയ വഴികൾ, തെരച്ചിലിൽ പുതിയ വഴികൾ തേടുകയാണ് ഇപ്പോൾ രക്ഷാസംഘം. നേരത്തെ ഇപ്പോൾ മിഥുൻ സൂചിപ്പിച്ചതുപോലെ തന്നെ തടയണ കെട്ടി അതിനുശേഷം ശക്തമായ രീതിയിൽ വെള്ളം പമ്പ് ചെയ്ത് ഈ മാലിന്യം നീക്കി അത്തരത്തിൽ ജോയിയെ കണ്ടെത്താൻ കഴിയുമോ എന്നുള്ള ആലോചനയിലാണ്. അതിനുവേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ആ പദ്ധതിയുമായാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നാവികസേന അല്പസമയത്തിനകം തന്നെ ഏകദേശം 7 മണിയോടുകൂടി തന്നെ സ്ഥലത്ത് എത്തുമെന്നുള്ളതാണ്. മറ്റ് വഴികൾ നാവികസേന കൂടി വന്നതിന് ശേഷം ആലോചിക്കാം, തീരുമാനിക്കാം എന്നുള്ളതാണ് നേരത്തെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ മന്ത്രി പറഞ്ഞത്. ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടപ്പോൾ മന്ത്രി വീണ്ടും പ്രതിപക്ഷ നേതാവിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുകയായിരുന്നു. ഇത്തരത്തിൽ ഈ ദുർഘടമായ ഘട്ടത്തിലല്ല കോർപ്പറേഷനെതിരെയോ സർക്കാരിനെതിരെയോ ഒക്കെയുള്ള വിമർശനങ്ങൾ ഉന്നയിക്കേണ്ടത്. ഈ ഒരു അവസരത്തെ പോലും രാഷ്ട്രീയ ലാഭത്തിനായി നോക്കിക്കാണുന്നത് ജനങ്ങൾ
പുച്ഛത്തോടെ തള്ളിക്കളയുമെന്ന് അദ്ദേഹം പറയുകയായിരുന്നു. എന്തായാലും വി വിനോദ് കൂടി ചേരുന്നുണ്ട്. വിനോദ്, ജോയിക്കായുള്ള തെരച്ചിൽ അത് 31-ാം മണിക്കൂറിലേക്ക് കടന്നിരിക്കുന്നു. പുതിയ വഴികൾ തേടുന്നുണ്ട്, പുതിയ പദ്ധതികൾ ആലോചിക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഈ രാഷ്ട്രീയമായിട്ടുള്ള പോർവിളി കൂടി ഇതിനിടയിൽ കൂടി നടക്കുന്നത്. നേരത്തെ പ്രതിപക്ഷ നേതാവ് സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനവുമായി മുന്നോട്ട് വന്നു. കെടുകാര്യസ്ഥതയാണെന്ന് വിമർശിക്കുന്നു. അതിന് മറുപടിയുമായി ഇപ്പോൾ മന്ത്രി വന്നിരിക്കുന്നു. ഈ ഘട്ടത്തിലല്ല ഇതൊന്നും പറയേണ്ടത്. മാധ്യമപ്രവർത്തകരും സർക്കാർ പ്രതിനിധികളും മന്ത്രിയും MLAയും മറ്റു ഉദ്യോഗസ്ഥരും എല്ലാവരും രാപ്പകലില്ലാതെ ഈ ഒരു ദൗത്യത്തിന് പങ്കാളികളായി ജോയിക്കായി പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് ഇത്തരത്തിലുള്ള വിമർശനം ഉന്നയിക്കാനാണ് സമയം കണ്ടെത്തിയത്. ആ സ്ഥലത്തേക്കൊന്ന് എത്താനോ അല്ലെങ്കിൽ അവിടെയുള്ള പ്രതിനിധികളെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാൻ പോലും തയ്യാറായില്ല. അത്തരത്തിൽ വളരെ രൂക്ഷമായിട്ടുള്ള വിമർശനം മന്ത്രിയുടെ ഭാഗത്തു നിന്നുകൂടി വന്നിരിക്കുന്നു. പരസ്പരം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി ഈ ഒരു വിഷയത്തിൽ പഴിചാരലുകൾ നടക്കുന്നു, വിമർശനങ്ങൾ നടക്കുന്നു. രാഷ്ട്രീയമായി ഈ വിഷയത്തെ നോക്കിക്കാണുമ്പോൾ എങ്ങനെയാണ് വിനോദ്? ആര്യ, അടുത്ത ദിവസം യൂത്ത് കോൺഗ്രസിന്റെ സമരം പോലും പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. പക്ഷെ ആ സമരം മാറ്റിവെച്ചു. അതിന്റെ സാഹചര്യം ഇങ്ങനെ ജോയിയുടെ ജീവന് വേണ്ടിയുള്ള തിരച്ചിൽ നടക്കുന്ന സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ ഇതിനുവേണ്ടി ഒരുമിച്ചിറങ്ങണം, അതുകൊണ്ട് ആ സമരപരിപാടി മാറ്റിവെക്കുന്നുവെന്നാണ് യൂത്ത് കോൺഗ്രസ് പറഞ്ഞത്. പക്ഷേ പ്രതിപക്ഷ നേതാവ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയതെന്ന് രാഷ്ട്രീയമായി അദ്ദേഹത്തിന് നടത്താനുള്ള അവകാശമുള്ളപ്പോൾ തന്നെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അതിൽ രാഷ്ട്രീയം വേണോ എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. മറ്റൊന്ന്, അദ്ദേഹം നഗരസഭയെ കുറ്റപ്പെടുത്തുമ്പോൾ നഗരസഭ കത്ത് കൊടുത്ത കാര്യം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. അതിൽ റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് കുറെ വീഴ്ചകൾ വന്നതായാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏപ്രിൽ 13 തന്നെ ആദ്യത്തെ കത്ത് നൽകുന്നു. അതിനുശേഷം ഓർമ്മപ്പെടുത്തലായുള്ള മറ്റൊരു കത്ത് കൂടി നൽകുന്നു. അതിനുശേഷം ഈ മാലിന്യം നീക്കം ചെയ്യാത്തത് കൊണ്ട് റെയിൽവേയിൽ നിന്ന് പിഴ ഈടാക്കുമെന്ന് നഗരസഭാ സെക്രട്ടറി കത്ത് നൽകുന്നു. ആ ഗൗരവ സാഹചര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ റെയിൽവേയുടെ ഭൂമിയിലൂടെ കടന്നു പോകുന്ന ടണൽ, റെയിൽവേ പാളങ്ങൾ, അത് 5 റെയിൽവേ ട്രാക്കുകളാണ് പ്രധാനമായും പോകുന്നത്. ഈ ട്രാക്കുകൾ ഉൾപ്പെടെ ഏതാണ്ട് 117 മീറ്റർ റെയിൽവേയുടെ ഭൂമിയുടെ അടിയിലൂടെ ഭൂഗർഭ രീതിയിൽ തന്നെയാണ് ഈ ടണൽ പോകുന്നത്. അവിടെ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ എത്ര കാലം നീക്കം ചെയ്തു, എത്ര സമയം റെയിൽവേ അതിനുവേണ്ടിയുള്ള സമയം ചെലവഴിച്ചു എന്ന കാര്യം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ ഇങ്ങനെ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ, ഒരു ജീവൻ നഷ്ടപ്പെടുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ എന്താണ് റെയിൽവേ ചെയ്തത് എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത്. ഒരാളെ കണ്ടെത്താൻ പോലും കഴിയാത്ത സാഹചര്യമുണ്ട്. അവിടെ റെയിൽവേ കൃത്യമായി മറുപടി പറയുന്നുണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇത്ര കാലമായിട്ടും പതിറ്റാണ്ടുകൾ കഴിയുമ്പോഴും ഈ ടണലിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട രേഖകൾ റെയിൽവേ പുറത്തുവിടുമോ എന്നതാണ് പലരും ചോദിക്കുന്ന ചോദ്യം. അതിൽ UDF-ഉം LDF-ഉം BJP-യിലെ പ്രവർത്തകരുമുണ്ട്. അതിൽ രാഷ്ട്രീയമില്ല. ഒരാളുടെ ജീവൻ അതിനുവേണ്ടിയുള്ള തിരച്ചിലാണ്. അതെ, ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല വിനോദ്, ഇപ്പോൾ ഈ ജോയിയെ കാണാതായി ഇതിനുവേണ്ടിയുള്ള തിരച്ചിൽ നടക്കുന്ന സമയത്തും റെയിൽവേയുടെ ഭാഗത്തു നിന്ന് ഒരു സഹകരണം ഇല്ലായിരുന്നു എന്ന് നേരത്തെയും മന്ത്രിയും മേയറും ഒക്കെ വിമർശിച്ചിരുന്നു, അല്ലേ? തീർച്ചയായും ആ തരത്തിൽ തന്നെയാണ്. അവർ കൃത്യമായി ഒരു ഇടപെടൽ നടത്തുന്നില്ല. 3 തൊഴിലാളികളെ മാത്രം നിയോഗിച്ച് നമ്മൾ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് കാണുന്ന ആ ഭാഗം, നെറ്റില്ലാത്ത ഭാഗം, സ്ലാബ് ഇല്ലാത്ത ഭാഗം, അവിടെ വൃത്തിയാക്കാൻ വേണ്ടി മാത്രം 3 തൊഴിലാളികളെ നിയോഗിക്കുന്നു. അതിൽ ഒരു തൊഴിലാളിയെയാണ് കാണാതായത്. അങ്ങനെ കാണാതാകുമ്പോൾ NDRF-ഉം അതോടൊപ്പം തന്നെ അഗ്നിശമന സേനയും ആ തൊഴിലാളിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തുന്നു. എല്ലാ സംവിധാനം ഉപയോഗിച്ചിട്ടും മാലിന്യം നീക്കം ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഈ 3 തൊഴിലാളികളെ വെച്ച് അവിടുത്തെ മാലിന്യം നീക്കാമെന്ന് റെയിൽവേ തീരുമാനിച്ചത്, ചിന്തിച്ചത്? അതിന് ഒരു മറുപടിയില്ല. അക്കാര്യത്തിലാണ് ജിജി തോംസൺ, പഴയ ചീഫ് സെക്രട്ടറിയാണ്, അദ്ദേഹം നമ്മളോട് തന്നെ പ്രതികരിച്ചതാണ്. ഇത് നഗരസഭയോ അല്ലെങ്കിൽ താഴേക്കിടയിലെ ഉദ്യോഗസ്ഥരോ പറഞ്ഞതുകൊണ്ട് മാത്രമായില്ല, മറിച്ച് ചീഫ് സെക്രട്ടറി തന്നെ, നമ്മുടെ സംസ്ഥാനത്തിന്റെ ചീഫ് സെക്രട്ടറി തന്നെ റെയിൽവേ ചെയർമാനുമായി സംസാരിക്കുക, ഈ മാലിന്യം നീക്കം ചെയ്യുന്നതിന് അടിയന്തരമായ നടപടി സ്വീകരിക്കുക എന്ന ആവശ്യം. അതിൽ KSRTC ഉണ്ട്, അതോടൊപ്പം തന്നെ റെയിൽവേ ഉണ്ട്. ഈ കുപ്പികൾ പ്രധാനമായും അവിടെ നമ്മൾ കാണുന്നത് പ്ലാസ്റ്റിക് കുപ്പികളാണ്, വലിച്ചെറിയപ്പെടുന്ന കുപ്പികളാണ്. ഇത്
അവിടേക്ക് പോകാതെ അത് പോയാൽ അത് നീക്കം ചെയ്യുന്നതിനുള്ള സംവിധാനം, അടിയന്തരമായി തന്നെ നീക്കം ചെയ്യുന്നതിനുള്ള സംവിധാനം അത് സ്വീകരിക്കേണ്ട ആവശ്യകതയുണ്ട്. അത് KSRTCയും അതോടൊപ്പം തന്നെ റെയിൽവേയും രണ്ടു കൂട്ടരും ഒരുമിച്ച് ചേർന്നെടുക്കേണ്ട തീരുമാനമാണ്. മഴക്കാലത്ത് ദീർഘദൂര ട്രെയിനുകൾ വരുമ്പോൾ അതിൽ നിന്ന് വലിച്ചെറിയപ്പെടുന്ന കുപ്പികളുണ്ട്. അത് പ്ലാറ്റ്ഫോമുകളിൽ നിരവധിയായ പ്ലാറ്റ്ഫോമുകളുണ്ട്. അതിൽ വലിച്ചെറിയുന്ന കുപ്പികൾ വെള്ളത്തിലൂടെ ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് വരികയാണ്. KSRTC സ്റ്റാൻഡിൽ നിന്ന് വലിച്ചെറിയുന്ന കുപ്പികൾ പല വഴികളിലൂടെ ഇതിലേക്ക് വരുന്നു എന്ന് ആളുകൾ പറയുന്നുണ്ട്. കമ്പിവേലിയും മറ്റ് സംവിധാനങ്ങളും ഉണ്ടെങ്കിലും ഒഴുകിയും മറ്റും ഈ കുപ്പികൾ അവിടേക്ക് എത്തുന്നു എന്ന് ആളുകൾ പറയുന്നുണ്ട്. അത് മന്ത്രി KB ഗണേഷ് കുമാർ ഉൾപ്പെടെയുള്ളവർ അത് പരിശോധിക്കേണ്ട കാര്യമാണ്. അങ്ങനെ പ്ലാസ്റ്റിക് മാലിന്യം KSRTC സ്റ്റാൻഡിൽ നിന്ന് വരുന്നുണ്ടോ എന്ന കാര്യം പരിശോധിക്കേണ്ടതാണ്. റെയിൽവേ വളരെ ഗൗരവമായി ആലോചിക്കേണ്ടത്. കാരണം നമ്മൾ ഇത് പറയുന്നത് കഴിഞ്ഞ മഴക്കാലത്ത് നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും പോയി പരിശോധിച്ചതാണ്. പാറ്റൂരും കണ്ണമ്മൂലയും അതോടൊപ്പം തന്നെ ഈ ജഗതിയിലും പൂജപ്പുരയിലും വെള്ളക്കെട്ടുണ്ടാകുന്നത്. ജഗതിയും പൂജപ്പുരയും ഇതുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളല്ല എങ്കിൽ തന്നെയും മാലിന്യം അടിഞ്ഞുകൂടുന്ന സ്ഥലങ്ങളിൽ നഗരസഭ കൃത്യമായി ഇടപെടുന്നുണ്ടോ എന്ന കാര്യം നമ്മൾ പരിശോധിച്ചതാണ്. അങ്ങനെ പരിശോധിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത് അവിടെ ഡ്രഡ്ജിംഗ് നടക്കുന്നുണ്ട്, മാലിന്യം നീക്കം ചെയ്യപ്പെടുന്നുണ്ട്, ആഴം കൂട്ടുന്നുണ്ട്, വെള്ളം ഒഴുകിപ്പോകുന്നുണ്ട്. പക്ഷേ 1 മണിക്കൂർ മഴ പെയ്താൽ തമ്പാനൂരിൽ വെള്ളം നിറയുന്നു, തമ്പാനൂർ കുളമാകുന്നു. അവിടെ ആളുകൾക്ക് യാത്ര ചെയ്യാൻ കഴിയാത്ത. അറിയാമല്ലോ എന്താ സംഭവം നടന്നെന്നുള്ളത്. ഇതിപ്പോ ഞങ്ങളുടെ ഏരിയയിലുള്ള കേൾക്കാമോ? ഞങ്ങളുടെ ഏരിയയിലുള്ള ലെങ്ത് എന്ന് പറയുന്നത് 117 മീറ്റേഴ്സ് ആണ്. അതില് നമ്മൾക്ക് അപ്രോച്ച് 2 എണ്ണം, അതായത് ഈ ഭാഗത്തുള്ളതും പിന്നെ അങ്ങോട്ടുള്ള ഫ്രണ്ടിലുള്ള 17 മീറ്റേഴ്സ് ആണ് ആക്സസിബിൾ ആയിട്ടുള്ളത്. അവിടെയാണ് ഞങ്ങളിപ്പോ ക്ലീൻ ചെയ്ത് തുടങ്ങി. അത് ആക്ച്വലി ഇതൊക്കെ ചെയ്യേണ്ടിയിരുന്നു. ഇപ്പൊ നമ്മള് പലരും ജിജി തോംസൺ സാറിന്റെ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടാവും. ആക്ച്വലി അത് ചെയ്യേണ്ടത് കോർപ്പറേഷൻ, ഈ പറഞ്ഞ മാതിരി കോർഡിനേഷൻ ആണ്. റെയിൽവേയുടെ കോർഡിനേഷൻ ആണ്, മൈനർ ഇറിഗേഷൻ, മേജർ ഇറിഗേഷൻ, പിന്നെ കോർപ്പറേഷൻ, ഇവരായിട്ട് എല്ലായിട്ടും ഒരു കോർഡിനേഷൻ ഉണ്ടായിട്ടുണ്ട് ഇത് ചെയ്യാനായിട്ട്. അതൊരു സ്റ്റേറ്റ് ഹയർ ലെവലിൽ നടത്തിയാലേ നടക്കുകയുള്ളൂ. അപ്പോ എന്താന്ന് പറഞ്ഞാല് ഇതിപ്പോ 2015 എല്ലാവർക്കും അറിയാം ഒരു ഓപ്പറേഷൻ അനന്ത് നടത്തിയായിരുന്നു സാർ, ജിജി തോംസൺ സാർ. അപ്പൊ കംപ്ലീറ്റ് റെസ്പെക്ടീവ് ഓഫ് വെദർ ഇറ്റ്സ് റെയിൽവേ ലാൻഡ് ഒരു ഔട്ട്സൈഡ് അമ്മ എഞ്ചിനത്തോടെ എല്ലാം ക്ലീൻ ആയിട്ട് ചെയ്തായിരുന്നു. ആൻഡ് 2018 അതുപോലെ അവർ കോർപ്പറേഷൻ തന്നെ ക്ലീൻ ചെയ്ത്, 22 അവർ തന്നെയാണ് ക്ലീൻ ചെയ്ത്. ലാസ്റ്റ് ഇയർ മാത്രമാണ് ഞങ്ങൾ ക്ലീൻ ചെയ്യാൻ പറഞ്ഞു. ഞങ്ങളത് ക്ലീൻ ചെയ്ത്, അത് ഞങ്ങളൊരു നല്ല ഉദ്ദേശം ചെയ്തതാണ്. കാരണം വെച്ചാൽ കോർപ്പറേഷന്റെ പരിമിതി വെച്ചിട്ട് നമ്മൾ നമ്മളെ ഇനിഷ്യേറ്റീവ് ചെയ്തതാണ്. ഈ വർഷം കോർപ്പറേഷന്റെ സൈഡിൽ നിന്ന് പല റിക്വസ്റ്റ് വന്നു. ഞങ്ങൾ റെയിൽവേയുടെ സ്ഥലം ക്ലീൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഈ കൊട്ടേഷൻ കൊടുത്തതും വർക്ക് ഓർഡർ കൊടുത്തതും. അവർ തന്നെ ഇറിഗേഷൻ തന്നെയുള്ള കോൺട്രാക്ടിനെയാണ് ഏൽപ്പിച്ചത്. അതെ, കോർപ്പറേഷൻ. കാരണം നിങ്ങളെല്ലാം കണ്ടതാണ്, വേസ്റ്റ് എല്ലാം വരുന്നത് പല ഭാഗത്തുള്ള ട്രിവാൻഡ്രം സിറ്റിയുടെ ഭാഗത്തു നിന്ന് ഈ തോടിലോട്ട് വരികയാണ്. ഞങ്ങൾ അവിടെ മെഷ് കിട്ടിയത് മാത്രമാണ് കുറെയെങ്കിലും ആ കംപ്ലീറ്റ് വേസ്റ്റ് ഇങ്ങോട്ട് വരാത്തത്. എല്ലാം വന്നു കഴിഞ്ഞാൽ ഓരോ ഇതെന്താന്ന് പറഞ്ഞാൽ നല്ലപോലെ വെള്ളം വരുമ്പോഴത്തേക്ക് എല്ലാം ഇങ്ങോട്ട് വരികയാണ്. അപ്പൊ ഇതിനടിയിൽ നമ്മൾക്ക് ലിമിറ്റേഷൻ ഉണ്ട്. ഞങ്ങൾക്ക് ഈ കംപ്ലീറ്റ് ഈ ബിറ്റ്വീൻ ഒരു 10 ഒരു 60 മീറ്ററിന്റെ ഇടയിൽ ഞങ്ങൾക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ എക്സ്പേർട്ട് അല്ല. ഇത് ചെയ്യണമെങ്കിൽ അവർ ഇങ്ങനെ ചെയ്യേണ്ടത്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ റെയിൽവേയുടെ ഒരു നല്ല ഉദ്ദേശത്തിൽ കൂടി ഞങ്ങൾ ചെയ്തത് ഇതാണ്. അപ്പോൾ ഇതൊരു കോർപ്പറേഷൻ ലെവലിൽ ഒരു കോർഡിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നമുക്ക് ഒരു ട്രിവാൻഡ്രം സിറ്റിക്ക് ഒരു പോസിറ്റീവായിട്ട് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഞങ്ങൾ തന്നെ ഇന്നലെ മുതൽ ഞങ്ങളെ ഓഫീസർ ഞങ്ങളെല്ലാം ഇൻക്ലൂഡിംഗ് ഞാൻ എല്ലാം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാ രീതിയിലും ഹെൽപ്പും ഇവർക്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഇന്നലെ തന്നെ റോഡ് 4 and 3 and 4 ഞങ്ങൾ കംപ്ലീറ്റ് കൊടുത്തു. റെയിൽവേ ബ്ലോക്ക് കൊടുത്തു ഞങ്ങൾ. ഇപ്പം ഇന്ന് തന്നെ ഫുഡ് കംപ്ലീറ്റ് അറേഞ്ച് ചെയ്ത് കൊടുത്തു. ഇന്ന് പിന്നെ ലൈറ്റിംഗ് ഇപ്പൊ ഞങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. അഡീഷണൽ ലേബർ സപ്ലൈ നമ്മൾ കൊടുത്തു. റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് എന്തെല്ലാം ചെയ്യാൻ പറ്റുന്നു ഞങ്ങൾ എല്ലാം ചെയ്യുന്നുണ്ട്. ഇതൊരു ഇനിഷ്യേറ്റീവ്, ഇൻഫാക്ട് ഇറ്റ് ഈസ് കോർപ്പറേഷന്റെ ജോലിയാണ് ഇതൊരു കോർഡിനേറ്റ് ചെയ്ത് ചെയ്യാനുള്ളത്. ടണലിനകത്തുള്ള വേസ്റ്റുകൾ നീക്കം ചെയ്യേണ്ടത് റെയിൽവേ അല്ല, ടണൽ അത് തിങ് ഇസ് നിങ്ങളിത് ശരിക്കും പറഞ്ഞാൽ ഒറിജിനേഷൻ എവിടെയെന്നുള്ളത് നോക്കണം. ഈ ഒറിജിനൽ എന്ന് പറയുന്നത് റെയിൽവേ ഉണ്ടാക്കിയതല്ല. ഇത് റെയിൽവേയുടെ ഞങ്ങളുടെ ഒരു അലിഗേഷൻ പറഞ്ഞാൽ റെയിൽവേയുടെ വേസ്റ്റ് ആണ്. റെയിൽവേക്ക് ഒരു വേസ്റ്റ് ഇല്ല. കാരണം വെച്ചാൽ ഇപ്പൊ പിറ്റ് ലൈൻസ് ഉണ്ടല്ലോ, അതായത് റെയിൽവേ ട്രെയിൻസ് ക്ലീൻ ചെയ്യുന്നൊക്കെ വെള്ളം ഞങ്ങൾ ആക്ച്വലി വേറൊരു ലൈൻ വഴി ഒരു റെയിൽവേ ഒരു വാട്ടർ റീസൈക്ലിംഗ് പ്ലാന്റിൽ പോയിട്ട് തിരിച്ച് ആ വെള്ളം ഞങ്ങൾ ഉപയോഗിക്കും. ഞങ്ങളത് അമേജിൻ തൊഴിൽ ഒഴിക്കുന്നേ ഇല്ല.
പിന്നെ ഞങ്ങൾക്ക് യാർഡാണെങ്കിലും ട്രെയിനകത്ത് വേസ്റ്റിനും സെപ്പറേറ്റ് കോൺട്രാക്ട് ഉണ്ട്. അത് ആ കോൺട്രാക്ടേഴ്സ് കളക്ട് ചെയ്തിട്ട് പുറത്താണ് കളയുന്നത്. ഇവിടെയല്ല ഞങ്ങൾ കളയുന്നത്. റെയിൽവേയുടെ സൈഡിൽ ഒരു വേസ്റ്റ് കൂടി ഇതിനകത്ത് വരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് പ്രാവശ്യം കോർപ്പറേഷൻ 2015ലും 2018ലും 22ലും ചെയ്തായിരുന്നു. 23ൽ ഞങ്ങൾ ചെയ്തു. കാരണം വെച്ചാൽ അന്നത്തെ നമ്മളൊരു പോസിറ്റീവായിട്ട് എടുത്ത് ചെയ്തതാണ്. അപ്പൊ അതുകൊണ്ട് ഈ വർഷവും ഞങ്ങൾ ചെയ്യാൻ പോകും. ഞങ്ങളത് ശരിക്കും പറഞ്ഞ ഒരു ഈവൻ റെയിൽവേയുടെ അല്ലെങ്കിലും ഞങ്ങളൊരു ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്ത കാര്യമാണ്. അത് നമ്മൾ അതും ഒരു എക്സ്പീരിയൻസ് അത് ഇറിഗേഷൻ കോൺട്രാക്ട് തന്നെ വെച്ച് ചെയ്തതാണ്. പിന്നെ ഈ ഒരു എന്താന്ന് വെച്ചാൽ ബേസിക് പ്രോബ്ലം ആര് അഡ്രസ് ചെയ്യുന്നത്, ഈ പ്ലാസ്റ്റിക് വേസ്റ്റിന് എങ്ങനെ വരുന്നു എന്നുള്ളതാണ്. ഇത്രയും ഞങ്ങളുടെ തീരുമാനം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇല്ല, ഞാൻ ഇപ്പൊ എന്റെ ഞങ്ങളുടെ സ്ഥലത്തിന്റെ ഇടയിലുള്ളത് മാത്രമേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഒറിജിനൽ ഒരു സാധനത്തിന് ചെയ്യണ്ടേ? ഒറിജിനൽ ഒരു സാധനം ആരാ ക്ലിയർ ചെയ്യേണ്ടത്? അതെ, ഒറിജിനൽ ആരാണ്? മഴക്കാലപൂർവ്വം സ്വീകരണത്തിന്റെ സമയത്ത് പോലും നഗരസഭ യോഗം വെച്ച് അതിൽ റെയിൽവേ നടപടി സുഖകരമല്ല എന്നാണ് സർക്കാരും നഗരസഭയൊക്കെ പറയുന്നത്. ഇല്ല, ആ മീറ്റിംഗ്സിലാണ് അവർ പറഞ്ഞത് റെയിൽവേ ക്ലീൻ ചെയ്യണം. ആക്ച്വലി ഇത് റെയിൽവേയുടെ അല്ല, ഇത് പറഞ്ഞത് മാത്രം. നിങ്ങൾ ജിജി തോമസൺ സാറിന്റെ ഇന്റർവ്യൂ കേൾക്കുമ്പോൾ പറയും ഇതൊരു കോർഡിനേറ്റ് എഫേർട്ടാണ്. അതായത് റെയിൽവേ വേണം, കോർപ്പറേഷൻ വേണം, മൈനർ ഇറിഗേഷൻ വേണം, മേജർ ഇറിഗേഷൻ വേണം, എല്ലാവരും കൂടെ ചേർന്ന് നടത്തുന്നല്ല. റെയിൽവേ മാത്രം ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല. ഈ വേസ്റ്റ് മുഴുവൻ വരുന്ന നഗരസഭയുടെ ആ ഭാഗത്തു നിന്നാണ്. റെയിൽവേ ടണലിന്റെ ഭാഗം മാത്രം ചെയ്യണമെന്ന് മേജർ ഇറിഗേഷൻ ആ മീറ്റിംഗിൽ ആവശ്യപ്പെട്ടതല്ലായിരുന്നു. അതിനുശേഷവും മേജർ ഇറിഗേഷൻ അല്ല, ഈ ടണലിനകത്ത് കയറാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഞങ്ങൾ എക്സ്പേർട്ട് അല്ല. കാരണം ടണലിനകത്ത് കയറി ജോലിയല്ല. ഞങ്ങൾക്ക് ഇവിടെ ഈ ഭാഗത്ത് ഒരു ഓപ്പൺ ഉണ്ട്, ആ ഭാഗത്ത് ഒരു ഓപ്പൺ ഉണ്ട്. അവിടെ അക്യുമുലേറ്റ് ചെയ്യുന്ന വേസ്റ്റാണ് നിങ്ങൾ ക്ലീൻ റെയിൽവേയുടെ പ്രോപ്പർട്ടി അല്ലല്ല സ്റ്റേറ്റ് ഇപ്പൊ അവര് പറയുന്നതെന്ന് വെച്ചാല് ഞങ്ങള് അനുവാദം ചോദിച്ചിട്ട് ഞങ്ങൾക്ക് കൊടുത്തില്ല. അങ്ങനെ ഒരു സംഗതിയില്ല. ഞങ്ങൾ വി ആർ റെഡി ടു ഗിവ്. ഞങ്ങൾ ഒരിക്കലും നോ എന്ന് പറഞ്ഞിട്ടില്ല സ്റ്റേറ്റ് ഗവൺമെന്റിന്. സ്റ്റേറ്റ് ഗവൺമെന്റ് വന്ന് അവർ ക്ലീൻ ചെയ്യാൻ വരുമ്പോഴത്തേക്ക് അവർ പെർമിഷൻ ചോദിച്ച് ഞങ്ങൾ കൊടുത്തില്ല. ഞങ്ങൾ അവർ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അത് പറയാൻ കാരണം ഒരു റോങ് ഇൻഫർമേഷൻ. ഞങ്ങൾ മാനുവൽ ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾ പറഞ്ഞല്ലോ ഈ പിറ്റ് ലൈനിന് വെള്ളം ഞങ്ങൾ പിറ്റ് ലൈനിൽ വരുന്ന വെള്ളം ഞങ്ങൾക്ക് ഒരു വാട്ടർ റീസൈക്ലിംഗ് പ്ലാന്റ് ഉണ്ട്, അതുവഴിയാണ് പോകുന്നത്. ബാക്കിയുള്ള വെള്ളമൊക്കെ ഗ്രില്ല് വെച്ചിട്ടാണ് വെള്ളമാണ് ഇവിടെ വരുന്നത്. ഒരു വേസ്റ്റ് അങ്ങോട്ട് പോകുന്നില്ല. ഞങ്ങൾക്ക് സെപ്പറേറ്റ് വേസ്റ്റ് കളക്ട് ചെയ്യാനായിട്ട് കോൺട്രാക്ട് ഉണ്ട്. അത് അവർ കളക്ട് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ അല്ല മേയർ പറയുന്നത് എനിക്കറിയില്ല. പക്ഷെ ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു ഇതില്ല. ഞങ്ങൾ ഇത് ഇപ്പോൾ മേഡം പറയുന്നത് പുറത്തു നിന്ന് വന്ന വേസ്റ്റ് ആണ്, അത് കോർപ്പറേഷനാണ് ക്ലീൻ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വേസ്റ്റ് എല്ലാം എന്തായാലും ടണലിനകത്തേക്ക് കയറി കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് കോർപ്പറേഷൻ ക്ലീൻ ചെയ്യാത്തതുകൊണ്ട് നിങ്ങൾ റെയിൽവേയുടെ ഭാഗത്തു നിന്ന് ഇത് ക്ലീൻ ചെയ്യാനുള്ള നടപടിയൊന്നും സ്വീകരിക്കില്ല എന്നാണ് പറയുന്നത്. സ്വീകരിക്കുന്നില്ലല്ല, ഇത് ഞങ്ങൾ പെർമിഷൻ കൊടുക്കാൻ തയ്യാറാണ്. ഇത് ഇപ്പൊ 2015ലും 2018ലും കോർപ്പറേഷൻ തന്നെയാണ് ക്ലീൻ ചെയ്തത്. ഞങ്ങൾ പെർമിഷൻ കൊടുത്ത് അവർ ചെയ്തു. ഞങ്ങൾ പെർമിഷൻ കൊടുക്കാൻ റെഡിയാണ്. ഞങ്ങളാണ്. പക്ഷെ അല്ലല്ല, ഞങ്ങൾ ഇത് ഈ ഒരു പോർഷൻ, അതായത് ഈ താഴെയുള്ളത് ഞങ്ങൾ കൊടുത്തിട്ടില്ല. ഈ രണ്ട് സൈഡും അതായത് അതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഇപ്പൊ നടത്തി വരുന്ന എല്ലാ രക്ഷാപ്രവർത്തനങ്ങളും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. റിസൾട്ട് കാണുന്നില്ല. ഓക്കെ, ഇനിയിപ്പോ നേവി വരാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നുണ്ട്. നേവി വരികയാണെങ്കിൽ അവരുടെ ഒബ്സർവേഷനിൽ നമുക്ക് ഈ ഭാഗം പൊളിക്കേണ്ടി വന്നാൽ പൊളിക്കണം. മിനിസ്റ്ററും മേയറും ഒരു കാര്യം അങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ റെയിൽവേ ഉദ്യോഗസ്ഥ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. റെയിൽവേ ശുചീകരണത്തിൽ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു. കോർപ്പറേഷന്റെ ഏകോപനത്തിലെ കുറവാണ് ശുചീകരണത്തിൽ വന്ന പാളിച്ചയ്ക്ക് കാരണമെന്ന് റെയിൽവേ ഉദ്യോഗസ്ഥ പറയുന്നു. ഈ വാർത്തയിലേക്ക് തന്നെ മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ അറിയണ്ട. ബോഡി കണ്ടെടുക്കണം. ശുചീകരണത്തിന് വേണ്ടി മേയർ റെയിൽവേ സമീപിച്ചിട്ടുണ്ടായിരുന്നു. അനുവാദം ചോദിക്കുന്നതിന് വേണ്ടി റെയിൽവേ സമീപിച്ചിട്ടുണ്ടായിരുന്നു. മേയർ റെയിൽവേ സമീപിച്ചിട്ടുണ്ടോ, എന്തെങ്കിലും കത്ത് തന്നിട്ടുണ്ടോ? അവിടെ നിന്ന് തന്നിട്ടുണ്ട്, കോർപ്പറേഷൻ തന്നിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യട്ടെ. അതായത് മേയറും മിനിസ്റ്ററും എല്ലാം ഇന്നലെ പറഞ്ഞ കാര്യം
ഈ റെയിൽവേ പിറ്റിന് താഴെ ഉള്ള ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടി പലതവണ പെർമിഷൻ ചോദിച്ചിട്ട് റെയിൽവേ കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ക്ലീൻ നടക്കാത്തെന്ന് പറയുന്നത്. ഇല്ല അങ്ങനെയില്ല. ഞങ്ങൾ അങ്ങനെ ലെറ്റർ ഇഷ്യൂ ചെയ്തിട്ടില്ല, അവർ ചോദിച്ചിട്ടുമില്ല. അവർ ഞങ്ങളോട് പറഞ്ഞു ക്ലീൻ ചെയ്യണം എന്ന്. ആക്ച്വലി ഇത് പറഞ്ഞ മാതിരി ഇത്തരത്തിലുള്ള ലെറ്ററുകൾ ഉണ്ടായിട്ടില്ല. ഇത് ക്ലീൻ ചെയ്യണം, ഞങ്ങൾക്ക് പെർമിഷൻ തരണം, അവർക്ക് പെർമിഷൻ തരണം എന്നുള്ള ലെറ്റർ ഞങ്ങൾക്ക് തന്നിട്ടില്ല. ക്ലീൻ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു അത് തന്നിട്ടില്ല. റെയിൽവേ ക്ലീൻ ചെയ്യണം എന്ന് പറഞ്ഞു. പെർമിഷൻ ആവശ്യപ്പെട്ട ലെറ്റർ തന്നിട്ടില്ല. ഇല്ല നമുക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങൾ ക്ലീൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. ഒരു മിനിറ്റ് പ്ലീസ് വെയിറ്റ് ചെയ്ത് നിങ്ങൾക്ക് 2023 റെയിൽവേ വൃത്തിയാക്കിക്കോളാന്ന് പറഞ്ഞ് ഏറ്റെടുക്കുന്നത്. അതിനുശേഷം പിന്നെ ഇപ്രാവശ്യവും റെയിൽവേ തന്നെ ചെയ്യാമെന്നാണ് പറഞ്ഞിരുന്നത്. അത് വൈകിയത് കൊണ്ടാണ് ഈ പറയുന്ന പോലെ കളക്ടറേറ്റിന് നഗരസഭയിൽ നിന്ന് ലെറ്റർ വന്നു എന്നാണ് അവർ പറയുന്നത്. ഇല്ല, അതിപ്പോ എപ്പോഴും മൺസൂണിന്റെ തൊട്ട് മുമ്പ് അവരൊരു മീറ്റിംഗ് കൂടാറുണ്ട്, കോർപ്പറേഷൻ മേയറിന്റെ ലെവലും മിനിസ്ട്രി ലെവലും. ആ സമയത്താണ് അവർ പറഞ്ഞത് ഈ വേസ്റ്റ് റെയിൽവേയുടെ സൈഡിലുള്ള വേസ്റ്റ് നമ്മൾ ക്ലിയർ ചെയ്യണം. വൈകിപ്പോയല്ലോ, അത് ഞങ്ങള് വൈകിപ്പോയെന്ന് പറയാൻ പറ്റത്തില്ല. ഞങ്ങളുടെ പ്രൊസീജിയേഴ്സ് ഉണ്ടല്ലോ, ഞങ്ങൾ ചെയ്യുന്നു. പക്ഷെ ഇത് ബേസിക്കലി റെയിൽവേയുടെ എന്താ പറയാ, ഈ വേസ്റ്റ് എന്ന് പറഞ്ഞ് നിങ്ങളൊരു ആക്ച്വലി കോസ്റ്റിന് നമ്മൾ അഡ്രസ് ചെയ്യുന്നതിന് പകരം ഇതിനിടയിലുള്ള ഒരാളിനെ പിടിച്ച് ശരിക്കില്ല. നമ്മൾ ഈ കോസ്റ്റ് എങ്ങനെ എല്ലായിടത്തും ഒഴുകി വരുന്നത് വന്ന് ഡംപ് ചെയ്യുന്നത് ഇവിടെയാണ്. അതെ, ഡംപ് ചെയ്യുന്ന ഇവിടെയാണ്. ബിക്കോസ് ഞങ്ങളൊരു മെഷീൻ വെച്ചുകൊണ്ട് ഈ വേസ്റ്റ് അങ്ങോട്ട് പോകുന്നില്ല. ഇത് സൊല്യൂഷൻ ഇപ്പൊ എന്താന്ന് പറഞ്ഞാൽ, ഇപ്പൊ എന്താ പറ്റിയിരിക്കുന്നു പറഞ്ഞാൽ, മെഷ് ഇച്ചിരി വലിയ ഹോളാണ്, അങ്ങ് കണ്ടല്ലോ. ആ മെഷിലൂടെ എല്ലാ പ്ലാസ്റ്റിക് അകത്ത് കയറുന്നുണ്ട്. അതുകൂടെ താഴത്തെയും കുറെ ഗ്രൂഡ് ചെയ്ത് പോയിട്ടുണ്ട്. അതിൽ നിന്നാണ് ഈ വെള്ളം കംപ്ലീറ്റ് അതിനകത്ത് കയറുന്നത്. പിന്നെ അതിന് ഞങ്ങൾ ഇനി അത് പ്രോപ്പറായിട്ട് ഞങ്ങൾ ഒരു ഡിസ്ട്രിക്ട് ലെവൽ ഡിസിഷൻ എടുത്തിട്ട് അത് പ്രോപ്പർ മെഷ് ഇട്ടിട്ട് താഴത്തെ ഒരു ഇതിലേക്ക്, സോ ദാറ്റ് നമ്മുടെ ഈ അഡീഷണൽ വേസ്റ്റ് പറഞ്ഞ പോലെ പ്ലാസ്റ്റിക് വേസ്റ്റ് ഇവിടെ കയറാൻ വേണ്ടി ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നു. വൈകിയെന്ന് പറയാൻ പറ്റില്ല. ഞങ്ങളത് സാധാരണ മൺസൂൺ ഈ സമയത്തല്ലേ ചെയ്യുന്നത്, അല്ലെ? മൺസൂണിന് തൊട്ട് മുമ്പാണ് ഞങ്ങളൊരു പറഞ്ഞ മാതിരി ഇത് ഞങ്ങൾ ലാസ്റ്റ് ഇയർ മൊത്തം ഫസ്റ്റ് ചെയ്തത്. ഓക്കെ, ഇതിപ്പോ നമ്മുടെ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ട്, ഇത് ആര് ചെയ്യും എന്നുള്ള ഒരു ഡിസ്പ്യൂട്ട് ഉണ്ട്. ഇപ്പൊ നമ്മൾ നേരത്തെ ഒരു സ്റ്റാൻഡ് റെയിൽവേ ഹാസ് ടേക്കൺ എ സ്റ്റാൻഡ് ഞങ്ങൾ ചെയ്യില്ല. ഇത് ഞങ്ങളുടെ ഇതല്ല. ബിക്കോസ് ഞങ്ങൾ വരുന്നത് വേസ്റ്റ് വരുന്ന പുറത്തുനിന്നാണ്. സോ കോർപ്പറേഷൻ ഷുഡ് ഡു. അതുവരെ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്തു. പക്ഷെ ഞങ്ങൾ ലാസ്റ്റ് ഇയർ മാത്രമാണ് റെയിൽവേ ഇച്ചിരി ഇനിഷ്യേറ്റീവ് എടുത്തത്. പക്ഷേ കോർപ്പറേഷൻ പറയുന്ന ഒരു കാര്യം, നേരത്തെ കോർപ്പറേഷൻ ഇനിഷ്യേറ്റീവ് എടുത്ത് ഇത് ചെയ്യാൻ വന്നപ്പോൾ അവർക്കെതിരെ നടപടി എടുത്തു. എവിടെയാണ് നിങ്ങൾ അത് എവിടെയാണ് കാണിക്കുന്നത്? ഞങ്ങൾക്ക് ഒരു ലെറ്റർ ഞങ്ങൾ ക്ലീൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് നഗരസഭ തന്നിട്ടില്ല. തന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെ അല്ല, എവിടെയാ അതിന് തെളിവുണ്ടെങ്കിൽ നിങ്ങൾ പറയും, ഞങ്ങൾ അന്വേഷിക്കാം. ഞങ്ങൾ അങ്ങനെ ഒരു എഞ്ചിനീയറിംഗ് ഓഫീസ്, ഞങ്ങൾ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റാണ് ഞങ്ങളുടെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റാണ് ചെയ്തത്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു എന്താ പറയാ, ഞങ്ങൾ ക്ലീൻ ചെയ്തോളാം, നഗരസഭ ക്ലീൻ ചെയ്തോളാം എന്ന് പറഞ്ഞ റിക്വസ്റ്റ് വന്നിട്ടില്ല. ഞങ്ങൾ റെഡിയാണ് അവർക്ക് കൊടുക്കാനായിട്ട്. ഞങ്ങളുടെ സൂപ്പർവിഷൻ ചെയ്യുന്നേ ഉള്ളൂ. പ്രാക്ടിക്കൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇതിപ്പോ ഈ ഒരു ഞങ്ങളിപ്പോ ഡിസ്കസ് ചെയ്തതെന്ന് വെച്ചാൽ എന്താ നമ്മുടെ ആ ഒരു ഇതുണ്ടല്ലോ, മെഷ് ഉണ്ടല്ലോ, മെഷിനെ നമ്മൾ കുറച്ചൊന്ന് എൻഫോഴ്സ് ചെയ്യാൻ പോവാണ്. ആ മെഷ് നമ്മൾ കണ്ടല്ലോ, ഈ പാർസൽ ഓഫീസ് സൈഡിൽ വരുന്ന മെഷ് നെറ്റ് ഇച്ചിരി വലിയ നെറ്റാണ്. അതുകൊണ്ടാണ് ഈ വലിയ ഫോഴ്സിൽ വരുമ്പോൾ വെള്ളം മുഴുവൻ ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് എല്ലാം നമ്മുടെ ഇങ്ങോട്ട് കയറി വരുന്നത്. സോ അവിടെ ആ മെഷ് ഞങ്ങളൊന്ന് കുറച്ചും കൂടെ പ്രോപ്പർ ചെറിയ മെഷ് ഇട്ട്, സോ ദാറ്റ് ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് അകത്ത് കയറത്തില്ല. പിന്നെ അടിയിലുള്ള ഇറോഷൻ ഉണ്ട്, അതും ഞങ്ങളൊന്ന് അറ്റൻഡ് ചെയ്യാൻ പോവാണ്. അറ്റ്ലീസ്റ്റ് എന്നിട്ട് കോർപ്പറേഷൻ എപ്പം വന്നാലും അവർക്ക് ക്ലീൻ ചെയ്യാനുള്ള പെർമിഷൻ റെയിൽവേ കൊടുക്കും. അത് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ഇതുമില്ല. എന്നിട്ട് ഇപ്പൊ തന്നെ ഞങ്ങൾ എല്ലാ സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട്. ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്, ഫുഡ് കൊടുത്തു എല്ലാവർക്കും, എല്ലാ റെസ്ക്യൂ ഓപ്പറേഷൻ ആൾക്കാർക്കും. ഞങ്ങളെല്ലാം റെയിൽവേക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം റെയിൽവേ ചെയ്തു. പക്ഷേ തുടക്കത്തില് ഈ തൊഴിലാളിയെ കാണാതായി എന്ന് പറഞ്ഞ സമയത്ത് റെയിൽവേ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം, തൊഴിലാളികൾ വന്നത് ശുചീകരണ പ്രവർത്തനത്തിന് കരാർ തൊഴിലാളികൾ വന്നത് അറിഞ്ഞില്ല എന്നാണ് റെയിൽവേയുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു മറുപടി എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങളത് പറഞ്ഞിട്ടില്ല. അതെനിക്കറിയാം. ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ അത് നോർമൽ നമ്മൾ വർക്ക് ഓർഡർ കൊടുത്ത് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഞങ്ങളുടെ കോൺട്രാക്ട് അല്ലാന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് എനിക്കറിയില്ല. എവിടെന്നാ സൂസിന് എനിക്കറിയില്ല. ഞങ്ങളങ്ങനെ പറഞ്ഞിട്ട് റെയിൽവേ ഉദ്യോഗസ്ഥ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. റെയിൽവേ ശുചീകരണത്തിൽ ചെയ്യാനുള്ളതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കോർപ്പറേഷന്റെ ഏകോപനത്തിലെ കുറവാണ് ഈ ശുചീകരണത്തിൽ പാളിച്ച സംഭവിക്കാൻ കാരണമെന്നാണ് റെയിൽവേ പറയുന്നത്.
റെയിൽവേക്ക് പാളിച്ച പറ്റിയിട്ടില്ലെന്നും ആവർത്തിക്കുകയായിരുന്നു ഉദ്യോഗസ്ഥ. മാലിന്യത്തിന്റെ ഉറവിടമാണ് നോക്കേണ്ടത്. വിവിധ ഭാഗങ്ങളിൽ നിന്ന്, കോർപ്പറേഷന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മാലിന്യം ഇത്തരത്തിൽ അവിടേക്ക് വന്ന് അടിഞ്ഞു കൂടുകയാണ് ചെയ്യുന്നത്. അതിനൊന്നും ചെയ്യാൻ കഴിയില്ല. ടണലിൽ ഉള്ള മാലിന്യങ്ങൾ നീക്കാൻ മാത്രമേ റെയിൽവേക്ക് സാധിക്കുകയുള്ളൂ. അതിന്റെ മാത്രം ഉത്തരവാദിത്തമേ ഉള്ളൂ. പുറത്തുനിന്ന് മാലിന്യങ്ങൾ വന്ന് അടിയുന്നതിൽ റെയിൽവേക്ക് ഒന്നും ചെയ്യാനില്ല. അത് നോക്കേണ്ടതും അത് കാര്യക്ഷമമായി ആ മാലിന്യങ്ങൾ അത്തരത്തിൽ വന്ന് കുമിഞ്ഞു കൂടുന്നത് തടയേണ്ടതും കോർപ്പറേഷന്റെ മാത്രം ഉത്തരവാദിത്തമാണ് എന്നുള്ളതാണ് ഇപ്പോൾ റെയിൽവേ അധികൃതർ പറയുന്നത്. MG മിഥുൻ ചേരുന്നുണ്ട്. മിഥുൻ, വീണ്ടും കോർപ്പറേഷനെതിരെ വലിയ വിമർശനവുമായി റെയിൽവേ അധികൃതർ രംഗത്ത് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം മുതലാണ് ഈ ക്ലീനിങ് ആരംഭിച്ചിട്ടുള്ളത്. അവരുടെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നോക്കേണ്ടത് കോർപ്പറേഷന്റെ മാത്രം ഉത്തരവാദിത്തമാണ്. ഇപ്പോഴും ഈ ശുചീകരണത്തിന്റെ പേരിൽ ഒരു തർക്കം കോർപ്പറേഷനും കോർപ്പറേഷനും റെയിൽവേയും തമ്മിൽ നടക്കുന്നുണ്ട്. പക്ഷേ റെയിൽവേ സ്വന്തമായി അത് ഏറ്റെടുത്ത് ചെയ്യുകയായിരുന്നു. നഗരസഭ ഇത് ഏറ്റെടുത്ത് ചെയ്യാമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയിട്ടില്ല. തുടങ്ങിയ കാര്യങ്ങളൊക്കെയായിരുന്നു മാധ്യമങ്ങളോട് ഇപ്പോൾ റെയിൽവേ അധികൃതർ ചൂണ്ടിക്കാണിച്ചതും പറഞ്ഞതും. ഈ ആര് ശുചീകരിക്കും, ആരാണ് ശുചീകരിക്കേണ്ടത് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു അന്തിമ തീരുമാനമില്ല, അല്ലെങ്കിൽ ആ കാര്യത്തിൽ ഒരു നിശ്ചയവും ഉണ്ടായിരുന്നില്ല ഇതുവരെയും എന്നുള്ളതാണ് റെയിൽവേ ഉദ്യോഗസ്ഥയുടെ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലേ? ആര്യ, അല്പസമയത്തിനു മുമ്പ് ഇപ്പോൾ റെയിൽവേ അഡീഷണൽ റെയിൽവേ ഡിവിഷൻ മാനേജറാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക വിശദീകരണം നൽകിയിരിക്കുന്നത്. അതായത് കോർപ്പറേഷൻ പറയുന്ന പോലല്ല, കോർപ്പറേഷന്റെ ഉത്തരവാദിത്തമാണ് ഈ ഒരു ക്ലീനിംഗ് പ്രോസസ്സ് നടത്തേണ്ടതായിട്ടുള്ളത്. ഇതിനകത്തേക്ക് മാലിന്യങ്ങൾ പ്രവേശിക്കുന്നത്, ഈ മാലിന്യങ്ങൾ ഒഴുകി വരുന്നതിന്റെ ഉറവിടം അത് കോർപ്പറേഷന്റെ പല മേഖലയിൽ നിന്നാണ്. ഈ ഒരു ടണലിനകത്തേക്ക് ഈ മാലിന്യങ്ങൾ ഒഴുകി വരുന്നത്, അതിന്റെ ഉത്തരവാദിത്തം നേരത്തെ തന്നെ കോർപ്പറേഷൻ തന്നെയാണ്. കാരണം 2015 ഓപ്പറേഷൻ അനന്തയുടെ ഭാഗമായി അന്ന് കോർപ്പറേഷനായിരുന്നു ക്ലീൻ ചെയ്തത്. പിന്നീട് 2018 കോർപ്പറേഷൻ അധികൃതരും 2022 കോർപ്പറേഷൻ അധികൃതർ തന്നെ ക്ലീൻ ചെയ്യുകയും ചെയ്തിരുന്നു. പിന്നീടാണ് ഈ റെഗുലേറ്ററി അതോറിറ്റിയുമായി എല്ലാ വർഷവും ഇത്തരത്തിൽ മഴക്കാല ശുചീകരണവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കും. ആ ചർച്ചകളിൽ ഇത്തരത്തിലൊരു നിർദ്ദേശം വന്നിരുന്നു. അന്ന് 2023 കഴിഞ്ഞ വർഷം ഇത്തരത്തിൽ റെയിൽവേ തന്നെ ഈ ഒരു ക്ലീനിംഗ് പ്രോസസ് നടത്തിയിരുന്നു, ക്ലീനിംഗ് ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. അന്ന് അത് എല്ലാം സുഗമമായി തന്നെ പൂർത്തീകരിക്കാൻ സാധിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇത്തവണ വൈകി എന്നവർ പറയുന്നില്ല, കാലതാമസം ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. അതിനുവേണ്ടിയുള്ള ചില വ്യവസ്ഥകളുണ്ട്, റെയിൽവേയുടേതായിട്ടുള്ള ചില മാനദണ്ഡങ്ങളുണ്ട്. അത് പാലിച്ചുകൊണ്ട് ഇത്തവണ അത് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി തന്നെയാണ് ഇത്തവണയും അവർ ഇറങ്ങിയത്. പക്ഷേ നിർഭാഗ്യവശാൽ ഇത്രയധികം വേസ്റ്റ് വന്നത് ഈ ഒഴുക്കുണ്ടാകും, മഴ വലിയ രീതിയിൽ ഉണ്ടാകുന്ന സമയത്ത് ഒഴുക്കുണ്ടാകുന്നത് മൂലം അകത്തേക്ക് മാലിന്യങ്ങൾ പ്രവേശിക്കുകയാണ്. നിലവിൽ റെയിൽവേയുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ അനാസ്ഥയും ഉണ്ടായിട്ടില്ല, വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്ന് അവർ ഒരിക്കൽ കൂടി പറഞ്ഞു വെക്കുന്നു. കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നാണ് കൃത്യമായ അനാസ്ഥ ഉണ്ടായത്. കോർപ്പറേഷനാണ് അതിൽ ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത്. കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം അവർ ചൂണ്ടിക്കാണിക്കുന്നത്, അതായത് റെയിൽവേ ക്ലീൻ ചെയ്യാൻ പറ്റില്ല എങ്കിൽ അത് കോർപ്പറേഷന് അനുമതി നൽകണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോർപ്പറേഷൻ തന്നെ നേരത്തെ നോട്ടീസ് നൽകിയെന്നുള്ളൊരു ആരോപണം. എന്നിട്ട് അതിൽ റെയിൽവേ അധികൃതർ അനുഭാവമായിട്ടുള്ള ഒരു അനുകൂല നിലപാട് സ്വീകരിച്ചില്ല എന്നുള്ളൊരു ആരോപണം കൂടി തിരുവനന്തപുരം മേയർ വ്യക്തമാക്കിയിരുന്നു. അതിനുകൂടി ഇവർ മറുപടി പറയുകയാണ്. അതായത് അത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള നോട്ടീസോ ഒരു കത്തോ തങ്ങളുടെ ഓഫീസിൽ ലഭിച്ചിട്ടില്ല. പക്ഷേ ഇത് ക്ലീൻ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്തുകൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ കോർപ്പറേഷനെ ഇത് ഏൽപ്പിക്കണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യാതൊരുവിധ കത്തുകൾക്കും റെയിൽവേക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ റെയിൽവേ അഡീഷണൽ ഡിവിഷൻ മേധാവി കൂടി ഇത് സംബന്ധിച്ചുള്ള ഒരു വിശദീകരണം നൽകുകയും ചെയ്തിരിക്കുന്നത്. ഇനി കോർപ്പറേഷൻ ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ ശുചീകരണ ദൌത്യം തിരികെ നൽകാൻ തയ്യാറാണെന്നുകൂടി ഉദ്യോഗസ്ഥ പറഞ്ഞു, അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അതായത് അത്തരത്തിലൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അത് പരിശോധിച്ച് നടപടി സ്വീകരിക്കാം. ഒപ്പം തന്നെ മുൻകാലങ്ങളിലെ പോലെ തന്നെ കോർപ്പറേഷന് തന്നെ ഇതിനുള്ള അനുമതി നൽകാം. കൂടാതെ നിലവിൽ ഇപ്പോൾ അവർ സ്വീകരിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ പുറത്തുനിന്ന്, അതായത് നമ്മൾ ഈ കാണുന്ന മെയിൻ ഈ അപകടം നടന്ന ആ സ്ഥലത്തൊരു വലിയ ബുഷുണ്ട്. അതായത് ഈ മാലിന്യങ്ങൾ അകത്തേക്ക് പ്രവേശിക്കാതിരിക്കുന്നതിന് വേണ്ടി റെയിൽവേ തന്നെ അത് ഒരു ഗ്രില്ലിട്ട് ചെയ്തിരുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. അത് ആ ഒരു സംവിധാനം ഉണ്ടായിരുന്നു. പക്ഷേ അത് വലിയ രീതിയിൽ അതിൽ ഹോൾ വീഴുകയും അതിനകത്തൂടെ ഈ ഒരു കുത്തൊഴുക്കുണ്ടാകുന്ന സമയത്ത് മാലിന്യങ്ങൾ, പ്ലാസ്റ്റിക് വേസ്റ്റുകളൊക്കെ തന്നെ ഇതിനകത്തേക്ക് പ്രവേശിച്ചു. അതാണ് ഇത്തരത്തിൽ ഇതിനകത്തേക്ക് കൂടുതൽ പ്ലാസ്റ്റിക് എത്താനുള്ള ഒരു സാഹചര്യമെന്നാണ് അവർ പറയുന്നത്. എന്തായാലും നിലവിൽ റെയിൽവേ അതിന്റെ വീതി കുറച്ചുകൊണ്ട് ചെറിയ ഗ്രില്ലാക്കിക്കൊണ്ട് ഒരു തരത്തിലും വെള്ളമല്ലാതെ മറ്റ് മാലിന്യങ്ങളോ ഒന്നും തന്നെ അകത്തേക്ക് പ്രവേശിക്കാതെ, അതായത് റെയിൽവേയുടെ പരിസരത്തേക്ക് പ്രവേശിക്കാത്ത തരത്തിലുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തുമെന്നാണ് ഇപ്പോൾ റെയിൽവേ ഡിവിഷൻ മേധാവി കൂടി വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും നിലവിൽ മറ്റു പോസ്റ്റുകൾ നടക്കുന്നു. പരസ്പരം ഇപ്പോൾ എന്തായാലും
എന്തായാലും ഔദ്യോഗിക വിശദീകരണം ഇപ്പോൾ റെയിൽവേയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. എല്ലാം ഉത്തരവാദി കോർപ്പറേഷൻ തന്നെയാണ് എന്നുള്ളൊരു വിശദീകരണമാണ് ഇവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. റെയിൽവേക്ക് യാതൊരുവിധ വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്നുകൂടി അവർ പറഞ്ഞു വെക്കുന്നു. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ സ്കൂബ ടീം, ഇപ്പോൾ റെസ്ക്യൂ ടീം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഒരിക്കൽ കൂടി ഇറങ്ങി പരിശോധന നടത്തുന്നു. കൂടാതെ അപ്പുറത്ത് മറുവശത്ത് പമ്പിംഗ് ജോലികൾ പുരോഗമിക്കുന്നുണ്ട്. ആ പമ്പ് ചെയ്തതിനു ശേഷം അവ തടയണ കെട്ടി ഇപ്പോൾ നിർത്തിയിരിക്കുകയാണ്. ആ ഒരു അത്രയും ഫോഴ്സിൽ തുറന്നു വിടുമ്പോൾ ഈ മാലിന്യങ്ങളൊക്കെ തന്നെ തിരികെ പുറത്തേക്ക് വരുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് എന്തായാലും അധികൃതർക്കുള്ളത്. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അല്പസമയത്തിന് മുമ്പ് വി ശിവൻകുട്ടി പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ എത്തി വന്നു നോക്കിയതിനു ശേഷം മനസ്സിലാക്കുക, അല്ലാതെ രാഷ്ട്രീയ ലാക്കോടുകൂടി പെരുമാറരുത്, അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകരുത്. അത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണാൻ പോവുകയാണ്. അതിലേക്ക് നമുക്ക് അല്പസമയത്തിനകം തന്നെ എത്താം. ആര്യ. ശരി, MG മിഥുനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഇപ്പോൾ മാധ്യമങ്ങളോട് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ പ്രതികരിക്കും. സ്വാഭാവികമായും ഇപ്പോൾ റെയിൽവേ ഉദ്യോഗസ്ഥർ നടത്തിയ പ്രതികരണത്തിന് ഒരു മറുപടി മേയറുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാ കുറ്റങ്ങളും കോർപ്പറേഷന്റെ തലയിലേക്കാണ് റെയിൽവേ ഇപ്പോൾ നൽകിയിട്ടുള്ളത്. കോർപ്പറേഷന്റെ കെടുകാര്യസ്ഥത, അവരുടെ ഭാഗത്തു നിന്ന് ശുചീകരണത്തിൽ വന്നിട്ടുള്ള പാളിച്ച, അതാണ് ഇത്തരത്തിൽ വലിയ തോതിൽ മാലിന്യം കുന്നുകൂടാനുള്ളൊരു സാഹചര്യം ഉണ്ടായത്. അതാണ് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനത്തിൽ പോലും വെല്ലുവിളിയായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് എന്നുള്ളതാണ് റെയിൽവേ ഉദ്യോഗസ്ഥർ നേരത്തെ പറഞ്ഞത്. ഇതിൽ റെയിൽവേക്ക് ഒന്നും ചെയ്യാനില്ല, കോർപ്പറേഷനാണ് ഇതിൽ ചെയ്യേണ്ടത്, മറുപടി പറയേണ്ടത് എന്നുകൂടി അവർ പറഞ്ഞു വെച്ചിരുന്നു. എന്തായാലും മേയർ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. ഇതിനുള്ള മറുപടി മേയറുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിലവിലിപ്പോ നമ്മുടെ രക്ഷാദൌത്യം, നമ്മുടെ പ്രവർത്തനം ഏതാണ്ട് നേരത്തെ ബഹുമാന്യനായ മന്ത്രി സൂചിപ്പിച്ചതുപോലെ 31 മണിക്കൂർ കടന്നിട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യമാണുള്ളത്. ഈ സമയത്ത് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടത്, ഇന്നലെ ഈ സംഭവം ഉണ്ടായപ്പോൾ ഇവിടെ നമ്മുടെ മാധ്യമപ്രവർത്തകർ എത്തിയപ്പോൾ തന്നെ അവർ കണ്ടിരുന്നൊരു കാഴ്ച, നമ്മുടെ ഫയർഫോഴ്സ് സംഘം, ഫയർ ആൻഡ് റെസ്ക്യൂ ടീം, സ്കൂബ ഡൈവേഴ്സ് ഉൾപ്പെടെയുള്ള ആളുകൾ വന്ന് കേരള പോലീസിന്റെ സഹായത്തോടുകൂടി ആദ്യഘട്ടത്തിൽ ഇടപെടുന്നത് നമുക്കെല്ലാവർക്കും കാണാൻ വേണ്ടി സാധിച്ചു. അതേസമയത്ത് തന്നെ ബഹുമാന്യനായ കളക്ടറും ഞങ്ങളും എല്ലാവരും എത്തിച്ചേർന്നുകൊണ്ട് നഗരസഭയുടെ കൂടി മുഴുവൻ സംവിധാനവും ഇവിടെ ആവശ്യമായ എല്ലാ ക്രമീകരണവും ചെയ്യുന്നതിനു വേണ്ടി നമുക്ക് ഒരുക്കി നൽകാൻ വേണ്ടി സാധിച്ചു. അങ്ങനൊരു സംഭവം നടക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ വന്നിരുന്ന വാർത്ത നഗരസഭയുടെ തൊഴിലാളിയാണ് എന്ന രീതിയിൽ വാർത്ത വരുന്ന സമയം മുതൽ അങ്ങനെയാണെങ്കിലും അല്ലെങ്കിലും ഏത് വിഷയത്തിലാണെങ്കിലും നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്ന സമീപനമാണ് സംസ്ഥാന സർക്കാരും തിരുവനന്തപുരം നഗരസഭയും സ്വീകരിച്ചത്. അതിന്റെ ഭാഗമായി തന്നെ ഈ 31 മണിക്കൂർ പിന്നിടുന്ന ഈ സമയത്തും ഇവിടെ ഈ മണ്ഡലത്തിന്റെ MLA ഉൾപ്പെടെയുള്ള എല്ലാവരും, ഇവിടെ വന്നിട്ടുള്ള എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് നമുക്ക് ഈ രക്ഷാപ്രവർത്തനം കാര്യക്ഷമമായി ഏറ്റെടുക്കാൻ വേണ്ടി സാധിക്കണം എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് നമ്മളിപ്പോഴും മുന്നോട്ട് വയ്ക്കുന്നത്. അതിന് സാധ്യമായ എല്ലാ രീതികളും നമ്മൾ പരീക്ഷിച്ചു എന്ന് ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. സാങ്കേതിക വിദ്യയുടെ സഹായം ഉൾപ്പെടെ തേടിക്കൊണ്ട് ആവശ്യമായ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇനി തുടർന്നും അത്തരം പ്രവർത്തനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 5ാമത്തെ പ്ലാറ്റ്ഫോമിന്റെ അവിടെ നിന്ന് നമ്മുടെ ഫ്ലഷിംഗ് സംവിധാനം, ഫ്ലഷിംഗ് എന്ന് പറയുന്ന രീതിയിൽ വെള്ളം പ്രഷറിൽ കൂടുതൽ പമ്പ് ചെയ്തുകൊണ്ട് വെള്ളത്തിന്റെ ഒഴുക്ക് കൂടുതൽ കൂട്ടിക്കൊണ്ട് മാലിന്യത്തെ കുറച്ചുകൂടി, ആ ചെളി ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളെ കലക്കി ഇങ്ങോട്ടേക്ക് ഒഴുക്കിവിടാൻ ആവശ്യമായ സംവിധാനമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി തുടർന്നും കുറച്ചുകൂടി പറ്റുന്ന രീതിയിലെല്ലാം കൂടുതൽ പമ്പുകൾ അടക്കം സെറ്റ് ചെയ്തുകൊണ്ട് കൂടുതൽ അത്തരത്തിൽ സംവിധാനങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ പ്രവർത്തനം തുടരുന്നതിന് വേണ്ടിയാണ് നിലവിൽ ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ നേവിയുടെ സംഘം അവര് രാത്രിയോടുകൂടി എത്തിച്ചേരും. അവരുകൂടി 1 മണിക്കൂറിനോടുകൂടി അവരെത്തിച്ചേരും. പ്രാഥമികമായി അവരുടെ കൂടി പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ചെയ്യാൻ കഴിയുന്ന മുഴുവൻ കാര്യങ്ങളും തുടർന്ന് ചെയ്യാനാണ് ഇപ്പോൾ നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. അതെ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ആലോചിച്ച് തന്നെ സാധ്യമായ കാര്യങ്ങളെല്ലാം ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്.
മേയർ ഇപ്പോൾ റെയിൽവേയുടെ ADRM ഇപ്പോൾ മാധ്യമങ്ങൾ കണ്ടിരുന്നു. അവർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം മേയറും മിനിസ്റ്ററും സർക്കാരും കള്ളം പറയുകയാണ്. ഒരിക്കൽ പോലും ഇവിടെ ഈ പിറ്റിന്റെ താഴെയുള്ള ഭാഗം ടണൽ വൃത്തിയാക്കാൻ ഒരിക്കൽ പോലും കോർപ്പറേഷൻ അനുമതി ചോദിച്ചിട്ടില്ല, അങ്ങനെ കത്ത് നൽകിയിട്ടില്ല, ഒരു തടസ്സം നമ്മൾ ഉന്നയിച്ചിട്ടില്ല. അത് കോർപ്പറേഷൻ എപ്പോഴും ചെയ്യുന്ന കാര്യമാണ്. മാത്രമല്ല ഈ ടണലിന് താഴെയുള്ള മാലിന്യം അത് മുഴുവൻ നഗരത്തിൽ നിന്ന് വരുന്നതാണ്. കോർപ്പറേഷന്റെ റെയിൽവേയുടെ വെള്ളം മാത്രമാണ് ഈ ടണൽ വീഴുന്നത്. സോളിഡ് വേസ്റ്റ് മാറ്റാൻ അവർക്ക് വേറെ സംവിധാനമുണ്ട്. അതുകൊണ്ട് ഇത് പൂർണ്ണ ഉത്തരവാദിത്തം കോർപ്പറേഷൻ മാത്രമാണ്. ഇത്തവണ കോർപ്പറേഷന് അസൗകര്യം പറഞ്ഞുകൊണ്ട് മാത്രം തങ്ങൾ നല്ല മനസ്സോടെ ചെയ്ത കാര്യമാണ്. അതർവൈസ് ഇത് കോർപ്പറേഷൻ മാത്രം ഉത്തരവാദിത്തമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ബഹുമാന്യനായ മന്ത്രി തന്നെ രാവിലെ സൂചിപ്പിച്ചൊരു വിഷയമാണിത്. ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു വകുപ്പിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംവിധാനത്തെ കുറ്റപ്പെടുത്തി ഈ വിഷയത്തെ ഇപ്പോൾ സംസാരിക്കണമെന്ന് നമ്മൾ ആരും കരുതിയിരുന്നില്ല. കാരണം എന്തെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാവരുടെ മുന്നിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ 31 മണിക്കൂർ പിന്നിടുമ്പോഴും ഒരു ജീവന് വേണ്ടി ഇപ്പോഴും നമ്മളിൽ പലരും ഇപ്പോഴും ആഗ്രഹിക്കുന്നത് നമുക്ക് ജീവനോടുകൂടി ആ ജോയ് എന്ന് പറയുന്ന നമ്മുടെ സഹോദരനെ തിരിച്ചു കിട്ടാൻ ആവശ്യമായ ഇടപെടലുകൾ നടത്തണമെന്നാണ്. നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ MLA ഉണ്ട്. മന്ത്രി നേരത്തെ സൂചിപ്പിച്ചു എല്ലാ വിഷയവും ആവർത്തിച്ച് ഇത്തരം വിഷയങ്ങളെല്ലാം ചർച്ച വരുന്ന സമയത്ത് സംസ്ഥാന സർക്കാരും തിരുവനന്തപുരം നഗരസഭയും എടുത്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലൊന്ന് ഇതിന്റെ ബാക്കി കാര്യങ്ങളെല്ലാം പിന്നീട് ചർച്ച ചെയ്യുക എന്നുള്ളതായിരുന്നു. പക്ഷെ ഈ അവസരത്തിൽ പറയേണ്ടതല്ലെങ്കിൽ പോലും ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്, ഒന്ന്, നഗരസഭ പെർമിഷൻ ചോദിച്ച് കത്ത് കൊടുത്തു എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ സർക്കാർ എവിടെയും പറഞ്ഞിട്ടില്ല. നഗരസഭ കൃത്യമായി ഇത് റെയിൽവേ പ്രോപ്പർട്ടിയാണെന്നും റെയിൽവേയാണ് ഇത് ചെയ്യേണ്ടതെന്നും ഇന്നലെ മാധ്യമങ്ങളിലെല്ലാം പ്രചരിപ്പിച്ചതാണല്ലോ. ഞാൻ രേഖയുടെ അടിസ്ഥാനത്തിൽ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയം പറയുന്നത്. അതായത് മാധ്യമങ്ങളിൽ നിങ്ങൾക്കെല്ലാവർക്കും അയച്ചു തന്നത് പ്രകാരം അത് അവസാനം കൊടുത്ത നോട്ടീസ് മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. നിരവധി തവണ ഓർമ്മക്കുറിപ്പുകൾ കൊടുത്തു. ഇത് കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസത്തിൽ വന്നിട്ടുള്ള മഴയെ തുടർന്ന് നമ്മുടെ നഗരത്തിൽ ആദ്യം വെള്ളക്കെട്ടുണ്ടാകുന്നു. അന്ന് നമ്മുടെ ബഹുമാന്യനായ മന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ നിരവധി യോഗങ്ങൾ ചേർന്നു, നഗരസഭയിൽ നിരവധി യോഗങ്ങൾ ചേർന്നു. നമ്മുടെയൊക്കെ അനുഭവം എന്താ, ഇത്തരം യോഗങ്ങളിൽ ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി അല്ലെങ്കിൽ ജില്ലയുടെ ചുമതലക്കാരനായിട്ടുള്ള മന്ത്രി, നേരത്തെ ബഹുമാന്യനായി ഈ മണ്ഡലത്തിന്റെ MLA അദ്ദേഹം കൂടി മന്ത്രിയായിരുന്നു, 2 മന്ത്രിമാർ പങ്കെടുത്ത് യോഗങ്ങൾ വിളിച്ച നിരവധി അവസരങ്ങളുണ്ട് മഴക്കാല പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. നമ്മൾ പൊതുവെ അത്തരം വിഷയങ്ങൾ വരുന്ന സമയത്ത് DRMനാണ് അറിയിപ്പ് കൊടുക്കുക. പക്ഷെ അതിൽ യോഗത്തിൽ പങ്കെടുക്കുന്നതാരാ? DRMോ ഈ പറയുന്ന ADRMോ ആരും ഇന്നുവരെ ഈ സമീപകാലത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു യോഗത്തിൽ പോലും പങ്കെടുത്തിട്ടില്ല. അവർക്കെങ്ങനെ ഇത് പറയാൻ കഴിയുക? യോഗത്തിലുള്ള തീരുമാനം പോലും അവരെങ്ങനെ അറിയാം? അതിനു പകരം ഏതെങ്കിലും തരത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത തരത്തിലേക്ക് ഏതെങ്കിലും ഉദ്യോഗസ്ഥരെ വിടുക. അവര് സ്വാഭാവികമായും യോഗത്തിനകത്ത് വന്നിട്ട് പറയുന്നത് ഞങ്ങൾ മുകളിലേക്ക് ചോദിച്ചിട്ട് പറയാം. ആവർത്തിച്ച് ഈ വിഷയം പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതിനെ തുടർന്നുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ എന്നുള്ള നിലയിൽ ആലോചിച്ച പ്രകാരം സംസ്ഥാനത്തെ മുഖ്യമന്ത്രി തന്നെ മഴക്കാല പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുത്തിട്ടുള്ള യോഗങ്ങൾ, അതിന്റെ തീരുമാനങ്ങൾ നമുക്കറിയാം. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഓരോ വകുപ്പുകളും ചെയ്യേണ്ട പ്രവർത്തികളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അങ്ങനെയാണ് തിരുവനന്തപുരം നഗരസഭയുടെ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ഇന്നലെ കണ്ടതുപോലെ ഒരു നോട്ടീസ് 7 ദിവസത്തെ സമയം കൊടുത്തുകൊണ്ട് ഒരു നോട്ടീസ് റെയിൽവേക്ക് നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി നിരന്തരമായ ഫോളോ അപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ടെൻഡർ നടപടിയിലേക്കെങ്കിലും റെയിൽവേക്ക് പോകാൻ വേണ്ടി സാധിച്ചത്. അതോടൊപ്പം തന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിന്റെ ഭാഗമായി ബഹുമാന്യനായ കളക്ടറും അതിൽ ഉത്തരവ് പുറപ്പെടുവിച്ചതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് റെയിൽവേ വന്നത്. റെയിൽവേയോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. റെയിൽവേ പറയുന്നത് റെയിൽവേയുടെ മാലിന്യങ്ങൾ അവർക്ക് സംസ്കരിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ട് എന്നവർ പറയുന്നു. അത് തെളിവ് സഹിതം കാണിക്കാൻ റെയിൽവേ തയ്യാറാണോ? 2 തരം മാലിന്യങ്ങളുണ്ടല്ലോ, ഒന്ന് സോളിഡ് വേസ്റ്റ് ആണ്. ഇന്നലെ നമുക്കറിയാം 3ാമത്തെ പ്ലാറ്റ്ഫോമിന്റെ അവിടെ നമ്മൾ ആ റോബോട്ടിക് മിഷൻ വെച്ച് ആ മാൻഹോൾ തുറന്ന് പരിശോധിക്കുമ്പോൾ റെയിൽ നീർ എന്ന് പറയുന്ന റെയിൽവേയുടെ ബ്രാൻഡഡ് ആയിട്ടുള്ള കുപ്പിവെള്ളത്തിന്റെ കുപ്പിയടക്കം, ആ മിനറൽ വാട്ടറിന്റെ കുപ്പിയടക്കമാണ് നമ്മുടെ എല്ലാവരുടെയും കൺമുന്നിൽ നിന്ന് അത് എടുത്തു മാറ്റുന്ന കാഴ്ച നമ്മൾ കണ്ടത്. അത് പുറത്തുനിന്ന് ഈ റെയിൽവേ സ്റ്റേഷന് പുറത്തുനിന്ന് അല്ലെങ്കിൽ ഈ ട്രെയിനിന് പുറത്തുനിന്ന് മറ്റേതെങ്കിലും സ്ഥലത്ത് നഗരസഭയുടെ പരിധിയിൽ പോയി വാങ്ങി ഇവിടെ കൊണ്ട് കളയാൻ എന്തായാലും നമുക്ക് പറ്റില്ലല്ലോ. അല്ലെങ്കിൽ ആമേഴഞ്ചൻ തോട് ഒഴുകി വരുന്ന ഏതെങ്കിലും പ്രദേശത്ത് റെയിൽ നീരെന്ന് പറയുന്ന പാനീയം വാങ്ങി അവിടെ നിന്ന് കുടിച്ചതിന് ശേഷം ആമേഴഞ്ചൻ തോടിലേക്ക് വലിച്ചെറിയാൻ കഴിയില്ലല്ലോ. അപ്പൊ ഇതൊരു ബോധപൂർവമായി റെയിൽവേയുടെ ഭാഗത്തു നിന്ന് മാലിന്യ സംസ്കരണ രംഗത്ത് ഒരു ഇടപെടലും നടത്താതെ അതിനു പകരം ഇത്തരത്തിലുള്ള വിഷയങ്ങൾ, ഇത്തരം ഈ ജലാശയങ്ങൾ അത് വൃത്തിഹീനമാക്കുന്നതിന് അവരുടെ ഭാഗത്തുനിന്ന് നടപടികൾ ബോധപൂർവമായി ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള പരിശോധനയടക്കം നഗരസഭ ചെയ്യും. ഞാൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഇപ്പൊ സോളിഡ് വേസ്റ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഈ ലിക്വിഡ് വേസ്റ്റ് ഉണ്ടല്ലോ, ഇപ്പോ നമുക്കറിയാം നമ്മളെല്ലാവരും റെയിൽവേ സ്റ്റേഷനകത്ത് പലതവണയായി വന്നു പോകുമ്പോൾ
ട്രെയിൻ കഴുകിയ മാലിന്യം അടക്കം, അതായത് വാഷ് ചെയ്യുന്ന മാലിന്യം അടക്കം, ഫീക്കൽ വേസ്റ്റ്, മനുഷ്യ വിസർജ്യം അടക്കമുള്ള മാലിന്യങ്ങൾ സംസ്കരിക്കാൻ ETPO, STPO അടക്കമുള്ള ഏതെങ്കിലും സംവിധാനം ഈ തിരുവനന്തപുരത്ത് റെയിൽവേക്ക് കാണിച്ചു തരാൻ വേണ്ടി പറ്റുമോ? ഇനി കുറച്ചു ദിവസം മുന്നേയുള്ള ഒരു അനുഭവം കൂടി ഞാൻ പറയാം. നമ്മുടെ ഒരു പ്രധാനപ്പെട്ട മാധ്യമ പത്രം തന്നെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. റെയിൽവേയുടെ വേളിയിൽ വരുന്ന ഒരു പ്രോപ്പർട്ടിയിൽ മാലിന്യം കുന്നുകൂടി കിടക്കുന്നു എന്നതാണ് ആ റിപ്പോർട്ട് വരുന്നതിന് തൊട്ടു മുൻപ് തന്നെ ഈ വിഷയം അറിയുകയും സെക്രട്ടറി അവിടെ സ്ഥലപരിശോധന, സെക്രട്ടറി നേരിട്ട്, നഗരസഭയുടെ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി സെക്രട്ടറി നേരിട്ട് ആ സ്ഥലത്ത് പോയി പരിശോധിക്കുകയും അവിടെ നിരന്തരം ഇടപെട്ട് അവസാനം ബഹുമാന്യനായ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയെ വിഷയം അറിയിക്കുകയും അദ്ദേഹം പറഞ്ഞു മുഖം നോക്കാതെ നടപടിയെടുക്കണം. കാരണം മാലിന്യ സംസ്കരണം എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത്ര തന്നെ പ്രാധാന്യമാണ്. അതുകൊണ്ട് മുഖം നോക്കാതെ നടപടിയെടുക്കണം. അപ്പോൾ ഒരു ഫൈനിലേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ അത് സംസ്കരിക്കാൻ ആവശ്യമായ സംവിധാനം ഇപ്പോൾ റെയിൽവേ വളരെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് റെയിൽവേ അവിടെ നടപടി ആരംഭിച്ചിട്ടുണ്ട് കൊച്ചുവേളിയിൽ. അത് നഗരസഭ കൊടുത്ത ആ അവസാനഘട്ട നോട്ടീസിന്റെ ഭാഗമായിട്ട് ആ തെളിവും പുറത്തുവിടാൻ ഞാൻ തയ്യാറാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ ലിക്വിഡ് വേസ്റ്റും സോളിഡ് വേസ്റ്റും കൃത്യമായി സംസ്കരിക്കപ്പെടുന്നുണ്ട് എന്ന് റെയിൽവേക്ക് തെളിയിക്കാൻ കഴിയുമോ എന്നതാണ് നഗരസഭയുടെ ഭാഗമായി ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. മാറ്റേണ്ട ഉത്തരവാദിത്തം കോർപ്പറേഷൻ ഇല്ല, അത് റെയിൽവേ തന്നെയാണെന്നാണ് മാഡം. ഞാൻ നേരത്തെ ഇന്നലെ പറഞ്ഞല്ലോ, ബഹുമാന്യനായ വട്ടിയൂർക്കാവ് MLA അദ്ദേഹം മേയറായിരുന്ന സമയത്ത് ഇതേ സമാനമായ വിഷയമുണ്ടായി. നഗരസഭയുടെ ജീവനക്കാർ ഇതിനകത്തേക്ക് കടന്നു വരുമ്പോൾ അവർക്കെതിരെ നടപടി സ്വീകരിക്കുന്ന, അവരെ തടഞ്ഞുവെക്കുന്ന, അവർക്കെതിരെ പരാതിയുമായി കേസെടുക്കുന്ന സാഹചര്യമുണ്ടായി. അത് നമ്മുടെ മുന്നിലെ അനുഭവമാണ്. നിങ്ങൾ പ്രശാന്ത് MLA അദ്ദേഹത്തെ കാണുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം. പിന്നെ സ്വാഭാവികമായിട്ടും ഇടപെട്ട് ആ വിഷയത്തെ പരിഹരിച്ചിട്ടുണ്ടാകാം. പക്ഷേ അത്തരം അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. പിന്നൊരു കാര്യം, റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സ്ഥലം എല്ലാ അധികാരവും എല്ലാ ചുമതലയും അവർക്ക് തന്നെയാണല്ലോ. ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറാൻ റെയിൽവേക്ക് എങ്ങനെയാ കരുതുന്നത്? അവർക്ക് വേണമെങ്കിൽ പറയാം ഞങ്ങൾക്ക് ഒരു സഹായം വേണം, ഞങ്ങൾക്ക് നഗരസഭയുടെ കൂടെ പിന്തുണ വേണം. നഗരസഭ സ്വാഗതം ചെയ്യും, ഒരു സംശയവും വേണ്ട. ഇത് ഇപ്പോ ADRM പറഞ്ഞത് വെച്ച് ഞാൻ മനസ്സിലാക്കുന്നത്, ADRM പറഞ്ഞതിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം നഗരസഭ അങ്ങോട്ട് പെർമിഷൻ ചോദിച്ചിട്ടില്ലെന്നാ. നഗരസഭ റിട്ടേൺ ആയിട്ടല്ലേ ഈ റെയിൽവേക്ക് കൊടുത്തത്. റെയിൽവേയാണ് ഇത് ശുചീകരിക്കേണ്ടത്, റെയിൽവേ ഇത്ര ദിവസത്തിനകം അത് ശുചീകരിക്കണം എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് കഴിയില്ല, നഗരസഭ അത് ചെയ്യണം എന്ന് പറഞ്ഞ് ഒരു റിട്ടേൺ ആയിട്ട് ഒരു തിരിച്ച് മറുപടിയെങ്കിലും അയക്കാത്ത. ഞാൻ ഫോൺ വിളിച്ചല്ലോ പറഞ്ഞത്. ഞാൻ ഫോൺ വിളിച്ച് ADRMനോടോ DRMനോടോ നിങ്ങൾ ഈ പ്രശ്നം പരിഹരിക്കണം എന്നല്ലല്ലോ പറഞ്ഞത്. നഗരസഭ എല്ലാ നിയമപരമായ നടപടിക്രമങ്ങളും നോക്കി റിട്ടേണായി കൊടുത്ത ഒരു കത്ത് അല്ലെങ്കിൽ ഒരു നോട്ടീസ്, ഒരു പ്രോസിക്യൂഷൻ അടക്കമുള്ള നടപടിയിലേക്ക് പോകുന്ന തരത്തിലേക്കുള്ള ഒരു നോട്ടീസ്, ആ നോട്ടീസിന് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല, ഞങ്ങൾക്ക് പരിമിതിയുണ്ട്, നഗരസഭ ഞങ്ങളെ സഹായിക്കാമോ എന്ന് റിട്ടേണായി മറുപടി ഉണ്ടോ? മേയർ ആര്യ രാജേന്ദ്രൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ പഴിചാരാനല്ല ആഗ്രഹിക്കുന്നത് എങ്കിൽ പോലും റെയിൽവേയുടെ ഭാഗത്തുനിന്ന് വന്ന ആരോപണങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു. എന്തായാലും റെയിൽവേക്ക് നിരന്തരം നോട്ടീസ് നൽകുകയും ശുചീകരണത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ യോഗങ്ങളിൽ പോലും അതുമായി ബന്ധപ്പെട്ട ഒരു അധികൃതരെ എത്താൻ പോലും റെയിൽവേ അത്തരത്തിലൊരു ഉത്തരവാദിത്തം പോലും കാണിച്ചിട്ടില്ല. എന്തായാലും ഈ റെയിൽവേക്ക് ഈ പറയപ്പെടുന്നത് പോലെ സ്വന്തമായുള്ള വേസ്റ്റുകൾ സംസ്കരിക്കാനോ ഉള്ള പ്ലാന്റോ അത്തരത്തിലൊന്നുമില്ല. റെയിൽവേയുടെ ഭാഗത്തു നിന്നുള്ള മാലിന്യങ്ങൾ തന്നെയാണ് ഇവിടെ പ്രശ്നം സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മേയർ പറയുന്നത്. കോർപ്പറേഷൻ ഈ വിഷയത്തിൽ അന്വേഷണം നടത്തും എന്നുകൂടി മേയർ പറയുകയാണ്.